സ്വാഗതം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക്. കോവിഡിന് ശേഷം മലയാള സിനിമാ മേഖലയ്ക്കുണ്ടായ അതിശയകരമായ ഒരു മാറ്റമുണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാറുമല്ല കലാമൂല്യത്തെ നിർണ്ണയിക്കുന്നതെന്ന് ലോക സിനിമയെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മലയാള സിനിമ. ചെറിയ ബജറ്റ് സിനിമകൾ പോലും വലിയ ചലനങ്ങൾ സിനിമാ വ്യവസായത്തിൽ ആകെയുണ്ടാക്കിയത് സിനിമ എന്ന സ്വപ്നത്തെ ഹൃദയത്തിൽ പേറി നടന്ന സാധാരണക്കാരന് പോലും നൽകിയ ആത്മവിശ്വാസവും ചെറുതല്ല. പക്ഷേ ചെറുപ്പക്കാർ പോലും ആവേശത്തോടെ കണ്ട സിനിമാക്കാർ ലഹരിയുടെ വാഹകരാകുന്നു എന്ന വാർത്തകൾ തെല്ലരമ്പരപ്പോടെയല്ലാതെ കാണാനാകുന്നില്ല. പക്ഷേ എത്ര വമ്പന്മാരായാലും ലഹരിയോട് വേണ്ടത് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാകണം. കല കൈമുതലായവർക്ക് മാത്രം സമൂഹത്തിൽ കിട്ടുന്ന ചില പ്രിവിലേജുകളുണ്ട്. അതാണ് ലഹരി കേസിൽ പിടികൂടിയിട്ടും ഷൈൻ ടോം ചാക്കോയ്ക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകിയത്. മികച്ച സിനിമകൾ സമ്മാനിക്കുകയും സമൂഹം ആഘോഷിക്കുകയും ചെയ്യുന്ന ഖാലിദ് റഹ്മാൻ ഉൾപ്പെടെയുള്ളവർക്ക് വീണ്ടും വീണ്ടും ഈ പ്രിവിലേജ് കിട്ടും എന്നതിലും തർക്കമില്ല. ആ ഉറപ്പ് ഏറ്റവും കൂടുതലുള്ളത് പിടിക്കപ്പെടുന്ന ഇക്കൂട്ടർക്ക് തന്നെയാണ്. മദ്യപാനവും പുകവലിയും ഒക്കെ പുരുഷത്വത്തിന്റെ തന്നെ അടയാളങ്ങളായി അടിച്ചേൽപ്പിച്ച ചലച്ചിത്ര മേഖല ഇന്ന് ലഹരിയെയും നോർമലൈസ് ചെയ്യുന്നത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാനാകും. കഥാപാത്രങ്ങളുടെ ഹാങ് ഓവറിൽ ജീവിക്കുന്ന നായകന്മാർ സമൂഹത്തിനുണ്ടാക്കുന്ന വിപത്തിനെ ചെറുക്കാൻ നാടൊരുമിച്ച് നിൽക്കണം. പ്രശ്നം സിനിമാ മേഖലയിൽ മാത്രമാണോ എന്ന മറുചോദ്യം ഉയർത്തി ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുകയല്ല വേണ്ടത്. ഇവിടെ വില്ലൻ ലഹരിയാണ്, തലമുറകളെ ഒന്നാകെ വിഴുങ്ങുന്ന ലഹരി. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: ഡോക്ടർ എ സമ്പത്ത് CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് C ഷുക്കൂർ ചലച്ചിത്ര നടൻ, ചിറകര മധു റിട്ടയർഡ് എക്സൈസ് കമ്മീഷണർ, ഡോക്ടർ LC ഉമ്മൻ മാനസികാരോഗ്യ വിദഗ്ധ, അജ്മൽ മാറ്റ പ്രതിനിധി എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് C ഷുക്കൂർ, സിനിമയിൽ മാത്രമാണോ ലഹരി എന്ന് ചോദിച്ചാൽ നിശ്ചയമായും അല്ല. പക്ഷേ ഈ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം വാർത്തകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് സമൂഹത്തിൽ എത്രമാത്രം വലുതാണ് എന്നുള്ളത് താങ്കൾക്കും അറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ അല്പം കഞ്ചാവ് അടിച്ചാൽ ക്രിയേറ്റിവിറ്റി കൂടും എന്ന് ചിന്തിക്കുന്ന ഒരു നാടാണ്. അവിടെ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഖാലിദ് റഹ്മാനെ പോലുള്ള ആളുകൾ, യുവാക്കൾക്കിടയിലൊക്കെ മറ്റൊരു തരത്തിൽ വലിയ തരത്തിൽ സ്വാധീനിക്കപ്പെട്ട ആളുകളാണ് ഖാലിദ് റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ എന്നുള്ളത് താങ്കൾക്കും അറിയാം. വാസ്തവത്തിൽ എന്താണ് സിനിമാ മേഖലയിൽ സംഭവിക്കുന്നത്? ഈ ലഹരി ഉപയോഗിക്കുന്നവരെ മാറ്റി നിർത്തിയാൽ ആരെങ്കിലും ഒക്കെ ബാക്കി ഉണ്ടാകുമോ ചലച്ചിത്ര മേഖലയിൽ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. സിനിമയിൽ ലഹരി ഉപയോഗിക്കാത്ത നൂറുകണക്കിന് ആൾക്കാരുണ്ട്. വലിയൊരു സംവിധാനമാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. ഒരേ സമയത്ത് തന്നെ 10-40ഓളം സെറ്റുകളിൽ സിനിമാ പ്രവർത്തനം നടക്കുന്നുണ്ട്. ചെറുതും വലുതുമായ ഈ വലിയ സംവിധായകരുടെ സിനിമയും വളരെ പുതിയ സംവിധായകരുടെ സിനിമയും നടക്കുന്നുണ്ട്. സിനിമ ഈ മയക്കുമരുന്നും അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ചെറിയ ശതമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യാപകമായ രീതിയിലുള്ള മയക്കുമരുന്ന്, എല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് ഇതൊന്നും പറഞ്ഞു വച്ചേക്കരുത്. തീർച്ചയായും ഇന്ന് ഇപ്പം പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസൊക്കെ എടുക്കുന്ന നടപടി ശ്ലാഘനീയമാണ്. കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എത്ര ഉന്നതന്മാരായാലും എത്ര സ്വാധീനമുള്ളവരായാലും സെലിബ്രിറ്റികളായാലും നിയമത്തിന് വിധേയമായി വേണം എല്ലാവർക്കും ജീവിക്കാൻ എന്ന സന്ദേശം നൽകുന്നത് വളരെ കൃത്യമായ നിലപാടാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമാ ഫീൽഡിലെ ആൾക്കാർ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നവരാണ്. ഇപ്പോൾ കൈരളിയുടെ ചെയർമാൻ മമ്മൂട്ടി സാർ തന്നെ മുമ്പൊരു ഇൻ്റർവ്യൂവിൽ, കൈരളിയുടെ ഇൻ്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ചെയിൻ സ്മോക്കറായിരുന്നു, സ്ഥിരമായി സിഗരറ്റ് വലിക്കുന്ന ഒരാളായിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം സിഗരറ്റ് വലി നിർത്താനുണ്ടായ കാരണം സിഗരറ്റിനോടുള്ള വിരക്തി ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹം സിഗരറ്റ് വലിക്കുന്നത് കണ്ട് ആരെങ്കിലും അത് പിന്തുടരുന്നു എന്നുള്ള ഭയം കൊണ്ടാണ് അദ്ദേഹം സിഗരറ്റ് വലി നിർത്തിയത്. അപ്പം ഈ സിനിമാ ഇപ്പം പ്രഗത്ഭരായ നടന്മാരായാലും ടെക്നീഷ്യൻസ് ആയാലും സംവിധായകരായാലും, ഇപ്പം പേര് പറഞ്ഞ ആൾക്കാരൊക്കെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. ഫീൽഡിൽ വളരെ പ്രശസ്തമായ സിനിമാ സംവിധാനം ചെയ്തവരാണ്. ജനങ്ങളെ ഒരുപാട് സ്വാധീനിക്കാൻ അവരുടെ പ്രാപ്തി കൊണ്ട് ജനങ്ങളെ സ്വാധീനിച്ച് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള സംവിധായകരാണ്. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായും സിനിമാ മേഖലയിലെ ബന്ധപ്പെട്ട ആൾക്കാർ ശുദ്ധീകരണത്തിൽ തയ്യാറായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഫെഫ്ക അടക്കമുള്ള സിനിമയിലെ എല്ലാ പ്രധാനപ്പെട്ട കമ്മിറ്റികളും എല്ലാവിധ സഹായവും ഗവൺമെൻറ്റിനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും പോലീസിനും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമാ സെറ്റുകൾ പരിശോധിക്കുന്നതിൽ ആർക്കും വിയോജിപ്പില്ല. അപ്പോഴും നമ്മൾ അതുകൊണ്ട് തന്നെ സിനിമാ പ്രവർത്തകർ വ്യക്തികളെന്ന നിലയിൽ വീഴ്ച സംഭവിച്ചാൽ അത് തിരുത്താനും
നിയമത്തിന് വിധേയമായി അവർക്ക് ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടണം. ഇനി ശിക്ഷ ലഭിക്കാൻ കഴിച്ചില്ലാത്ത ചെറിയ കുറ്റകൃത്യമാണെങ്കിൽ അങ്ങനെ പരിഗണിക്കണം. തീർച്ചയായും ഒരു ചോദിച്ചത് അല്ലെങ്കിൽ വാസ്തവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അതിൽ കാണുന്ന ആശങ്ക മറ്റൊരു തരത്തിലാണ്. അതായത് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് നമുക്കറിയാമായിരുന്നല്ലോ, മലയാള സിനിമയൊക്കെ സാധാരണക്കാരായ ഈ ഒരു തരത്തിലും സിനിമയുമായി ബന്ധമില്ലാത്ത ആളുകൾക്കൊക്കെ സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു മേഖലയായി അതിവിദൂരമായി ഒരിടത്ത് നിന്ന് ഒന്നായി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നും മാറി ഏതൊരാൾക്കും പ്രാപ്യമാകുന്ന നിലയിലേക്ക് സിനിമാ മേഖല മാറുന്നത് ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ വരവോടുകൂടിയാണ്. അപ്പോൾ അതിന്റെ തുടക്കം എവിടെ നിന്നാണ് ചോദിച്ചാൽ അല്പ വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷേ ഇപ്പോൾ അത് നോർമലൈസ് ചെയ്യപ്പെടുന്ന, സിനിമയിലേക്ക് എല്ലാവർക്കും എത്താമെന്ന് കരുതുന്ന, വലിയ ബജറ്റില്ലെങ്കിലും സിനിമ എടുക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ട ആ സിനിമകൾ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്ന ഒരു കാലം. അപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, അവരിൽ പല ആളുകളുടെ പേരുകളും നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തി കേൾക്കുകയാണ്. അവിടെയാണ് അല്പം കൂടി ആശങ്ക ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ഈ ഒരു ഈ മാഫിയ എന്നൊക്കെ, ഞാൻ ആ പ്രയോഗം എൻ്റെതായി ഉപയോഗിക്കുകയല്ല, അത് അല്പം കൂടി വ്യക്തമാക്കാൻ വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നുണ്ടോ, അങ്ങനെ ഒരു ടീം സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയുണ്ടോ, അനുഭവപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായും എനിക്കങ്ങനെ തോന്നിയിട്ട്, ഞാനിപ്പോൾ ഒരു 10-12 സിനിമകളെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളാണ്. ഒരുപാട് സിനിമ 2022 മുതൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനൊരു 10-12 സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. രാവും പകലും സിനിമ ഷൂട്ടിംഗ് ഉണ്ടായ സമയം ഉണ്ടായിട്ടുണ്ട്. രാത്രി 2 മണി 3 മണി വരെ ഷൂട്ട് ചെയ്ത സമയമുണ്ട്. വളരെ ഭാവന മാഡത്തിൻ്റെ ഒപ്പമൊക്കെ, റഹ്മാൻ സാറിൻ്റെ ഒക്കെ ഒപ്പം രാത്രി 3 മണിക്കൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും ആരെങ്കിലും ആ സെറ്റിലൊന്നും മദ്യപിക്കുന്ന ആൾക്കാരെ പോലും കണ്ടിട്ടില്ല. ഇപ്പോൾ വയനാട് വളരെ തണുത്ത സമയത്ത് വയനാട്ടിൽ ഷൂട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കുന്നത് പോലെയില്ല. വളരെ അപൂർവം ചില ആൾക്കാർ അങ്ങനെ വളരെ എനിക്ക് വ്യാപകമായ രീതിയിലുള്ള സിനിമാ സെറ്റുകളിലെല്ലാം മയക്കുമരുന്നും മറ്റ് ഈ സിന്തറ്റിക് ഡ്രഗ്സൊക്കെ ഉണ്ട് എന്നുള്ള പ്രചാരണം തെറ്റായ പ്രചാരണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ ഒരു മയക്കുമരുന്നൊന്നും അടിമപ്പെട്ട ഒരു സ്ഥലമല്ല സിനിമാ മേഖല. കർശനമായ ആ കാര്യത്തിൽ ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, 1-2 ആൾക്കാരുടെ പേര് ഇന്ന് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട താരത്തിൻ്റെ അടുത്തേക്ക് കഥ പറയാൻ പോയ സമയത്ത് കാരവനിൽ മുഴുവൻ പുകയായിരുന്നു. അങ്ങനെ അപൂർവം ചില ആൾക്കാരുണ്ടാവും. അങ്ങനെ ഇപ്പോൾ എന്നാലും ഭൂരിപക്ഷ ആൾക്കാരും ഒരു 95% മേലെ സിനിമാ പ്രവർത്തകരും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരല്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്ന ആൾക്കാരാണ് സിനിമാ മേഖലയിൽ പെടുന്നത്. അപൂർവം ചില ആൾക്കാർ അവർക്ക് അതിൻ്റെ സംവിധാനമുണ്ട്. അത് ആ വേരുകൾ മുറിക്കാനും അവരിലേക്ക് ലിങ്ക് മുറിക്കാനുള്ള ശ്രമമാണ് പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരും ചെയ്യുന്നത്. അതിൽ എല്ലാ പിന്തുണയും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇത് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക തന്നെ വേണം, അതിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല. ശരി, ഞാൻ മടങ്ങി വരാം. സമ്പത്ത്, ഇവിടെ ഇപ്പോൾ സി ശുക്കൂർ അവസാനം പറഞ്ഞതുപോലെ പോലീസ് ഇപ്പോൾ ഇത്തരം കേസുകൾ, പോലീസും എക്സൈസും ഒക്കെ വളരെ കാര്യക്ഷമമായി ഇടപെടുന്നു. ആ ഇടപെടൽ സർക്കാരിന്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കൂടി ഉണ്ടാകുന്നതാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ മിക്ക ആഴ്ചകളിലും വാർത്താ സമ്മേളനം വിളിച്ച് ഓരോ ആഴ്ചകളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ വിശദാംശങ്ങളൊക്കെ സമൂഹവുമായി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഉന്നതനിലേക്കായാലും ലഹരി ഉപയോഗം ഒരേ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടും എന്നൊരു നില ഒരു സർക്കാർ സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്. എല്ലാ മേഖലകളിലേക്കും ഇങ്ങനെ അന്വേഷണം നീളുന്നത് അതിന്റെ ഭാഗമായാണോ? അതോടൊപ്പം തന്നെ ഇങ്ങനെ പിടിക്കപ്പെടുന്നു, അത് വാർത്തയാകുന്നു എന്നതിനപ്പുറം കാര്യക്ഷമമായ ഇടപെടൽ ആ കേസുകൾ കഴിയുന്നത് വരെ അതിലുണ്ടാകും എന്നൊരു ഉറപ്പ് സമൂഹത്തിന് നൽകാൻ സാധിക്കുമോ? ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ളൊരു മറുപടി കൂടി. അസിത, എന്നെ ഈ ഒരു ചർച്ചയിലേക്ക് കൈരളി പീപ്പിളിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് ഞാൻ താങ്കളോട് ആ നന്ദി രേഖപ്പെടുത്തുന്നതിൻ്റെ കാരണം 15 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ടൊരു 9-10 വർഷം ഈ വിഷയത്തെ സംബന്ധിച്ച് ഗവേഷണം നടത്തി എൻ്റെ ഗവേഷണ പ്രബന്ധം സർവകലാശാലയ്ക്ക് ഞാൻ സമർപ്പിച്ച് എൻ്റെ ഡോക്ടറേറ്റ് എനിക്ക് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പഠന ഗവേഷണത്തിനാണ്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 28 മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട 28 എണ്ണത്തെ സംബന്ധിച്ച് അതിൽ പഠിക്കാനിടയായി. MDMA എന്ന് നമ്മളിപ്പോൾ പറയുന്നത് പോലും ഒരു പുതിയ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കെമിക്കൽസ് പല ഉപയോഗിച്ചാലും അല്ല, ഒപ്പിയോയിഡ്സ് എന്ന മറ്റു വിധത്തിലൊക്കെ വരുന്നതും എല്ലാം ചേർത്ത് MDMA എന്നൊരു പുതിയ കാര്യമല്ല. ഇത് 2009 മുമ്പ് തന്നെ ഇതിൻ്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്, സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള.
മയക്കുമരുന്നുകൾ എന്നുള്ളത് ഈ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും അത്തരം കാര്യങ്ങൾ അത് പരിമിതമായ നിലയിൽ വേദന സംഹാരിയായി മറ്റു വിധത്തിൽ ഈ രോഗികളുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒക്കെ അത് അനിവാര്യമായ കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ അഡ്വക്കേറ്റ് ഷുക്കൂർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ ഏതെങ്കിലും ഒരു മേഖലയെ ഇത് മയക്കുമരുന്ന് ലഹരി അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് തെറ്റാണ്. കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ ഫലപ്രദമായ ഇടപെടൽ ഇക്കാര്യത്തിൽ വിമുക്തി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ഇതിൽ നിന്ന് ഈ ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ട് അതിൽ ആരാണ് അവരുടേതായ സേവനം തേടുന്നത്, ആ പേര് വിവരങ്ങളെന്നെല്ലാം അത് വിമുക്തി അതുമായി ബന്ധപ്പെട്ട സർക്കാർ വിഭാഗങ്ങൾ ഇത് പരസ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അവരെ നമ്മൾ രക്ഷിക്കുക, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതൊരു കാര്യം. എന്നാൽ ഇതിലേക്ക് അകപ്പെട്ടു പോകാതെ ഇരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷസർപ്പത്തിൻ്റെ കടിയേറ്റാൽ അത് ഗുരുതരമാണ് എന്നും മരണകാരണമായേക്കാമെന്നും അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും അറിയാമത്. എന്നാൽ പിന്നെ വിഷസർപ്പം എന്നെ കടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാനായി ഒരു കൗതുകത്തിന് വേണ്ടി ജസ്റ്റ് ഫോർ കമ്പനി സേക്ക് എന്നുള്ള നിലയിലേക്ക് ആരെങ്കിലും വിഷസർപ്പത്തിൻ്റെ കടിയേൽക്കാൻ പോകുമോ? അപരിചിതമായ ഒരു നായയുടെ ഒരു പ്രത്യേകിച്ചും അത് പേപിടിച്ച നായാണെന്ന് അറിയാവുന്നതാണ് എങ്കിൽ അതിൻ്റെ ഒരു സ്പർശമോ അതിൻ്റെ ഉമിനീരോ അതല്ല അതിൻ്റെ ഒരു കടിയോ ഏൽക്കാനായി ആരെങ്കിലും തയ്യാറാവുമോ? ഇല്ലല്ലോ. ഒരു രസത്തിന് വേണ്ടി അതിനടുത്തേക്ക് ആരെങ്കിലും പോവോ? ഇല്ലല്ലോ. അപ്പോൾ അറിയാം ഇത് വിനാശകാരിയാണ് എന്നുള്ളത്. ഇവിടെ താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തെ സംബന്ധിച്ചുള്ളതിൽ നമ്മളിപ്പോൾ ഇതിനെതിരായിട്ടുള്ളൊരു വേട്ട തന്നെ നടത്തേണ്ടതായി വരും. അത് കേരളത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചതാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട അതിൽ പിടികൂടപ്പെട്ടത് ഈ മുന്ദ്ര തുറമുഖത്താണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് പിടികൂടിയത്. ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന നിലയിലുള്ള അതിൻ്റെ വലിപ്പം കൊണ്ടും അതുപോലെ തന്നെ അത് അന്തർദേശീയ കമ്പോളത്തിലുള്ള വിലയും അത് കണക്കാക്കിയാൽ ഇത് ഈ മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനം, അതിൻ്റെ സംഭരണം, അതിൻ്റെ നിയമവിരുദ്ധമായ കടത്ത്, അതിൻ്റെ കച്ചവടം, അല്ലെങ്കിൽ കാരിയേഴ്സൊക്കെ താഴെ അറ്റത്തുള്ളവരാണ്. ഇത് അന്തർദേശീയമായി ഇത് കിനാവള്ളി കരങ്ങൾ പോലെ വ്യാപിച്ചു കിടക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഈ അനധികൃതമായ നിയമവിരുദ്ധമായ ധനസമ്പാദനത്തിൻ്റെ മാർഗങ്ങളിലൊന്നാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളത്, ആയുധക്കടത്ത് എന്നുള്ളത്. അതുപോലെ ഇത് ഈ മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനവും ഇതിൻ്റെ കടത്തും വിപണനവുമായി ബന്ധപ്പെട്ടത് ഈ നമുക്കൊക്കെ തന്നെ അവിശ്വസനീയമായ നിലയിലുള്ള മാഫിയ സംഘങ്ങളുടെ കിനാവള്ളിക്കരങ്ങളാൽ വ്യാപൃതമായിട്ടുള്ളവരാണ്. ഇതിൽ ഇന്ത്യയിലേക്കടക്കം, ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ടും അതുമാത്രമല്ല ഒരു പുതിയ ഒരു മധ്യവർഗം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും ഇതെല്ലാം ഒരു കമ്പോളമായി അത് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. പുതിയ തലമുറയിൽപ്പെട്ടവർ ഇതിലേക്ക് ചെന്നെത്തപ്പെട്ടാൽ, അടിപ്പെട്ടു പോയാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വരുംകാലത്തെ ഭാരതത്തിന്, ഇന്ത്യക്ക് പോലും അത്തരം കാര്യങ്ങൾ ഉണ്ടാവാം. ഇവിടെ നമ്മൾ ഈ സമൂഹത്തിലെ അറിയപ്പെടുന്ന വ്യക്തികളും വ്യക്തിത്വങ്ങളും വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്നവരും ഈ മയക്കുമരുന്നുകളുടെ ദുരുപയോഗത്തിനെതിരായുള്ള നിലപാട് ധീരമായി എടുക്കുകയും അതിനുവേണ്ടി അവർ മാതൃകയാവുകയും ചെയ്യുക തന്നെയാണ് വേണ്ടത്. ഇവിടെ സിനിമാ രംഗത്തായാലും അതല്ല മറ്റേത് രംഗത്തായാലും, കായിക രംഗത്തായിരുന്നാലും ഇതൊന്നും നമ്മൾ അത്തരത്തിൽ ഇത് വെച്ചു പൊറുപ്പിക്കരുത്, അനുവദിക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത്, കൂട്ടുനിൽക്കരുത്. അത് നമ്മൾ മുളയിലെ നുള്ളിക്കളയേണ്ടതാണ്. അവരെ ഈ കാര്യത്തിന് അവർക്ക് ചികിത്സക്കടക്കം വിധേയമാക്കി അവരെ പുനരധിവസിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ ചിറക്കര മധു, ഇത്തരം പോരാട്ടങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു ഉദാഹരണ സഹിതം അത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വിൻസി എന്നൊരു നടി അവർ ചില തുറന്നു പറച്ചിലുകൾ നടത്തുന്നു സിനിമാ സെറ്റിൽ അവർക്ക് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസിലേക്ക് പോകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, അങ്ങനെ ഒരു കേസിലേക്ക് പോയാൽ അത് പ്രൂവ് ചെയ്യാൻ മാത്രമുള്ള തെളിവുകൾ കയ്യിലില്ല എന്നുള്ളതാണ്. പലരും ഈ സിനിമാ സെറ്റുകളിലേക്ക് ഇത് കണ്ടു എന്നതിനപ്പുറം പക്ഷേ അവരൊന്നും ആ നിലയിൽ കാര്യങ്ങൾ തുറന്നു പറയുകയോ അങ്ങനെ ഒരു പോരാട്ടത്തിലേക്ക് നിയമപരമായി നീങ്ങുകയോ ചെയ്യാനാകും എന്ന് അവർ വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അത് സിനിമയിൽ എന്നുള്ളത് മാത്രമല്ല ഏത് മേഖലയിലായാലും ഇത്തരം കേസുകൾ പിടികൂടുന്നതിനും പിന്നീട് അത് പ്രോപ്പറായി അതിൻ്റെ അടിവേരുകൾ കണ്ടെത്തി ശിക്ഷ നൽകുന്നതിലടക്കം പ്രതിസന്ധിയും വെല്ലുവിളിയും ഉയർത്തുന്നുണ്ടോ? എക്സൈസിനെയും കേരള പോലീസിനെയും സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയല്ല ഏത് മേഖലയിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഏതൊരു അന്വേഷണത്തിനും റെയ്ഡിനും നമ്മൾ പര്യാപ്തരാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല.
സിനിമാ മേഖല പോലെയുള്ള ഒരു മേഖലയെ നമ്മളൊരു പ്രത്യേക തരത്തിലാണ് ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, സിനിമാ മേഖല എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. 2,000 ആളുകൾ ഇടപെടുന്ന ഒരു തൊഴിൽ മേഖലയാണ്. അവിടെ നമ്മൾ എക്സൈസും പോലീസും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ചെല്ലുക, റെയ്ഡ് ചെയ്യുക, പരിശോധന നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഒരു പരിധി വരെ നമുക്ക് ലീഡ് കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഈ സിനിമാ മേഖലയിലേക്ക് പോവുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നുള്ളൂ. അതിന്റെ കാരണം ഇതാണ്. അല്ലാതെ നമുക്ക് അതിനകത്ത് യാതൊരു പരിമിതികളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പിന്നീട് ചോദിച്ച കാര്യം എന്ന് പറയുന്നത്, കേസ് എടുക്കുന്നതിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും കേരളത്തിൽ എക്സൈസ് വകുപ്പ് എടുക്കുന്ന കേസുകൾ കോടതിയിൽ എത്തിച്ച് ശിക്ഷ വിധിക്കുന്നതിൽ ഏകദേശം 95% അധികമാണ് വിജയ ശതമാനം എന്ന് പറയുന്നത്. എക്സൈസ് എടുക്കുന്ന നാർക്കോട്ടിക് കേസുകളിൽ 95% നമ്മൾ ശിക്ഷിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതാണ് ഇപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് അതിലൊന്നും യാതൊരു പരിമിതിയും പരാധീനതയും ഇല്ല. പിന്നെ അതിന്റെ വേരൽക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ അടുത്ത സമയത്ത് MDMA പിടിച്ച ഒരു കേസിൽ എക്സൈസ് ഒരു വിദേശിയായിട്ടുള്ള പൗരനെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് പ്രതിസ്ഥാനത്ത് ചേർക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, അത് പഞ്ചാബിലാവട്ടെ, ഉത്തർപ്രദേശിലാവട്ടെ, ഹൈദരാബാദിലാവട്ടെ, ബാംഗ്ലൂരിലാവട്ടെ, നമ്മുടെ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആള് അവിടെ നിന്നാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ 5-6 എക്സൈസുകാരായിരിക്കും പോകുന്നത്. പക്ഷെ പോയി നമ്മൾ അവരെ കണ്ടുപിടിച്ച് ഗല്ലികളിൽ നിന്നും കോളനികളിൽ നിന്നൊക്കെ നമ്മൾ അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏതറ്റം വരെയും പോകാൻ എക്സൈസ് എംപവേർഡ് ആണ്, അതിപ്പോ ചെയ്യുന്നുണ്ട്. ശരി, ഡോക്ടർ എൽസി ഉമ്മൻ, വാസ്തവത്തിൽ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരാൾ ലഹരിയിൽ നിന്നും പുറത്തേക്ക് വരണമെന്ന് അയാൾ തന്നെ തീരുമാനിക്കാതെ അതിൽ ശാശ്വതമായൊരു പരിഹാരവും പ്രതിവിധിയും ഉണ്ടാകില്ല. ഇപ്പോൾ സിനിമാ മേഖലയിലായിക്കോട്ടെ, മറ്റെവിടെയും ആയിക്കോട്ടെ, ഇത് പലപ്പോഴും സംഭവിക്കുന്നത് വളരെ തമാശയായി അല്ലെങ്കിൽ സൗഹൃദ കൂട്ടായ്മകളിലൊക്കെ ഒരാൾ ഉപയോഗിക്കുന്നു, മറ്റൊരാൾ അത് അല്പം എന്താണെന്ന് അറിയാനായി അതൊന്ന് ശ്രമിച്ചു നോക്കുന്നു, പിന്നീട് അതിന്റെ ഡോസ് കൂട്ടിക്കൂട്ടി ലഹരി പിടിക്കുന്ന തരത്തിലേക്ക് അതിനെ എത്തിക്കുകയാണ്. അങ്ങനെയാണ് പലപ്പോഴും ഈ സിഗരറ്റിൽ തുടങ്ങി പിന്നീട് അത് മദ്യത്തിലേക്ക് എത്തുന്നു, പിന്നീട് ഈ സിന്തറ്റിക് ലഹരികളിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെയാണ് അതങ്ങനെയാണ് വളരുന്നത് ഉപയോഗം. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വാസ്തവത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് കരുതുന്നത്? ഇത് നോക്കിയേ, ഇപ്പോൾ സിനിമാ മേഖലയിലാണെങ്കിലും അല്ലെങ്കിലും പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഈ ലഹരി ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ സർഗാത്മകല അത് ഇല്ലാത്തത് ഉണ്ടാകുന്നു, എഴുതാനുള്ള കഴിവുണ്ടാകുന്നു, സ്ക്രിപ്റ്റ് എഴുതാനുള്ള കഴിവുണ്ടാകുന്നു. പലപ്പോഴും എന്നെ കൗതുകപ്പെടുത്താറുണ്ട്. യുവാക്കൾ എൻ്റെ അടുത്ത് ലഹരിക്ക് അടിമയാക്കി ആയതിനു ശേഷം ചികിത്സയ്ക്ക് വരും. ഒരുപക്ഷെ മാതാപിതാക്കൾ കൊണ്ടുവരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്വയം വരുന്നതായിരിക്കാം. ചോദിച്ചു വരുമ്പോൾ അവർക്ക് ഷോർട്ട് ഫിലിം പിടിക്കണം, അതിന് വേണ്ടിയിട്ട് കഞ്ചാവ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചാൽ അവർക്ക് അതിനുള്ള ഒരു കഴിവ് കിട്ടും. ഇത്തരം തെറ്റായ ധാരണ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ ലഭിച്ച് അതിനനുസരിച്ച് പുറകെ പോകുന്ന ചെറുപ്പക്കാരുണ്ട്. പിന്നാമ്പുറ കഥകൾ പരിശോധിച്ചാൽ ചില സിനിമകളെങ്കിലും എഴുതിയത് ഇതിൻ്റെ പിൻബലത്തോടെയാണ്. എൻ്റെ ചില സിനിമകളുടെ പിറവിക്ക് അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ അതിന് കാരണം ലഹരിയാണ് എന്ന് നമ്മുടെ സമൂഹത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം വാസ്തവമാണ് അല്ലയോ അത് സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ് അത് പറയേണ്ടത്. അപ്പോൾ ഇത്തരം ധാരണകൾ ഉള്ളിടത്തോളം കാലം സർഗാത്മകലയെ വർദ്ധിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ കലാവാസനയെ വർദ്ധിപ്പിച്ചെടുക്കുക, കഴിവിനെ വർദ്ധിപ്പിച്ചെടുക്കുക, ധൈര്യം സംഭരിക്കാനായിട്ട് ഇതൊക്കെ ഉതകും എന്നുള്ള ധാരണയിൽ പോയി പെടാറുണ്ട്. ശരിയാണ്, താൽക്കാലികമായിട്ട് ഇതൊക്കെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. കാര്യം എന്താ വെച്ചാൽ ഡോപ്പമിൻ റിലീസ് ഉണ്ടാവും. ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ധൈര്യം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇച്ചിരി ക്രിയാത്മകമായി ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടായേക്കാം. അത് തുടക്കത്തിൽ മാത്രമാണ്. ഏച്ചുവെച്ച് കിട്ടുന്ന ധൈര്യം, ഏച്ചുവെച്ച് കിട്ടുന്ന കഴിവ് എത്ര കാലം നിലനിൽക്കും? ഈ ലഹരിയുടെ പിന്നാലെ പോയ പലരും ഈ കുഴിയിൽ ചെന്ന് വീഴുന്നതിൻ്റെ കാരണം അതാണ്. ചുവട് വയ്ക്കുമ്പോൾ മനോഹരമായി തോന്നും, പക്ഷേ എപ്പോഴാണ് കാലിടറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അധികം വൈകാതെ തന്നെ വിദൂര ഭാവിയിൽ തന്നെ കാലിടറി വീഴും. അതാണ് സംഭവിക്കുന്നത്. പലപ്പോഴും താരങ്ങളെ നമ്മൾ വാൽ നക്ഷത്രങ്ങളായിട്ട് വേണം കണക്കാക്കാൻ, പ്രത്യേകിച്ചും ലഹരിയുടെ പിറകെ പോകുന്നവർ. കാരണം വാൽ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റ് നക്ഷത്രങ്ങളെക്കാൾ ശോഭയുണ്ട്. അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ സ്റ്റാർസ് എന്ന് പറയുന്നത്. താരപദവിയുള്ളവരെ സ്റ്റാർസ് എന്നാണ് പറയുന്നത്. കാരണം നക്ഷത്രത്തെക്കാൾ തിളങ്ങുന്ന ശോഭയുള്ള പ്രഭയുള്ളവരാണ്. പക്ഷേ വാൽ നക്ഷത്രം പോലെ കത്തി ജ്വലിച്ചിട്ട് അതിൻ്റെ ജ്വലനമെല്ലാം തീർന്ന് ഉൽക്ക പോലെ താഴെ ഭൂമിയിൽ പതിക്കുന്ന ഒരു അവസ്ഥയാണ് ലഹരിക്ക് പിറകെ പോയാൽ, അല്ലെങ്കിൽ ലഹരിയുടെ അടിമത്തത്തിലേക്ക് പിടിക്കപ്പെട്ടു പോയാൽ. അപ്പോൾ ഈ തരത്തിൽ ജീവിതം അവസാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് ചിലരുടെയെങ്കിലും കേസുകളിൽ നമ്മൾ കാണാറുള്ളത്.
ഈ അടുത്ത കാലത്ത് പല അവിടെ ഇവിടെയും ഒക്കെ നമ്മൾ പല ഇൻസിഡൻസസ് ഒക്കെയും കേട്ടു. അവിടെയൊക്കെയും ലഹരി ഉപയോഗിക്കുന്ന ഒരു കാരണങ്ങൾ പറയുകയുണ്ടായി. നമ്മൾ ഓരോ ആൾക്കാർക്കും, ഇപ്പോൾ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ, യുവാക്കളുടെ ഇടയിലാണെങ്കിൽ, സിനിമാ മേഖലയിലുള്ളവരാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിനും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കാരണങ്ങളാണുള്ളത്. അപ്പോൾ ആ കാരണങ്ങളെ വേണം നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട്. അല്ലാതെ ലഹരി വിമുക്ത ഒരു പരിശീലനം അല്ലെങ്കിൽ ഡി അഡിക്ഷൻ എന്നുള്ള ഒരു അംബർലയ്ക്കകത്ത് ഇവരെ എല്ലാവരെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. കാരണം ഓരോ വ്യക്തികളും ഓരോ കാരണം കൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ ചർച്ച സിനിമാ മേഖലയിലെ മാത്രമായതുകൊണ്ട് ഇവിടുത്തെ ചില കാരണങ്ങൾ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമതായിട്ട്, സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് താരതമ്യേന സ്ട്രെസ് കൂടുതലാണ്, സമ്മർദ്ദം കൂടുതലാണ്. ഒരു നടനെ അപേക്ഷിച്ചാണെങ്കിൽ അവർക്ക് പ്രേക്ഷകരെ മാത്രമല്ല തൃപ്തിപ്പെടുത്തേണ്ടത്, ഫാനിനെ തൃപ്തിപ്പെടുത്തണം, അതുപോലെ തന്നെ അവർ വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് സമ്മർദ്ദം വളരെയധികം ഏറെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമ്മർദ്ദത്തിൽ നിന്നും റിലീഫ് കിട്ടാനായിട്ട് അവരിത് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത്, അവർക്ക് ഇടവേളകൾ വളരെയധികമുണ്ട്. അവരുടെ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ അവർ വളരെയധികം വൈകാരികമായിട്ട് അഭിനയിക്കുന്നവരാണ്. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ആ കഥാപാത്രവുമായി അത്രയേറെ ഇഴുകിച്ചേർന്ന് വേണം അവർ അഭിനയിക്കാനായിട്ട്. അതൊരു ചെറിയ ടാസ്ക് അല്ല. അപ്പോൾ അത്രയേറെ വൈകാരികമായിട്ട് അവരും അവരുടെ തലച്ചോറും സജ്ജമായി, അവരുടെ ശരീരവും സജ്ജമായി, മനസ്സും തലച്ചോറും ഒരേപോലെ, അതായത് മനസ്സെന്ന് പറയുന്ന തലച്ചോറ് തന്നെയാണ്, ശരീരവും ഒരേപോലെ സജ്ജമായി പ്രവർത്തിക്കുമ്പോഴാണ് മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രം അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് വളരെയധികം ഇമോഷണൽ ടെർമോയിൽസ് ഉണ്ടാകാം. ഡോപ്പമിൻ റിലീസ് കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ അവർക്ക് നല്ല രീതിയിൽ അഭിനയിക്കാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് എല്ലാം കഴിയുമ്പോൾ അവരുടെ വിശ്രമവേള എന്ന് പറയുന്നത് ഒരു പക്ഷേ മാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളായിരിക്കാം. അപ്പോൾ ഈ ഫുൾ ഫ്ലെഡ്ജിൽ ജോലി എടുത്തവർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ജോലിയൊന്നുമില്ലാതെ അവരുടെ റുട്ടീൻ പോലും മാറ്റപ്പെട്ട് ഒന്നുമില്ലാതെ ഇരിക്കുന്ന കുറച്ച് കാലയളവ് വരുന്നു. അപ്പോൾ ഈ കാലയളവിൽ അവർക്ക് മറ്റൊന്നും ആശ്രയിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു ഡോപ്പമിൻ ഉൽപ്പാദനം അവർക്ക് വേണ്ടി വരുന്നു എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അവർ ലഹരിയിലേക്ക് തിരിയുക എന്നുള്ളത് ചിലരുടെയെങ്കിലും ജീവിതത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ്. അതുതന്നെയല്ല, ചിലരെങ്കിലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു, ചിലരെങ്കിലും സമ്മർദ്ദത്തെ നേരിടാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. പിന്നെ സമ്മർദ്ദമുള്ളപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? കൂട്ടുകാരോട് തുറന്നു പറയുക, അല്ലെങ്കിൽ ഉറ്റവരോട് തുറന്നു പറയുക, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ സേവനം തേടുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇവർക്ക് കൊടുക്കുന്ന പ്രശസ്തി ഇവരെ ഒരു കൂട്ടിൽ അടയ്ക്കുന്നു, ഒരു സ്വർണ്ണക്കൂട്ടിലാകുന്നു. ഈ പ്രശസ്തി എന്ന സ്വർണ്ണക്കൂടെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാക്കി കൊടുക്കുന്നു. തൽഫലമായിട്ട് അവർക്ക് അഥവാ എന്തെങ്കിലും ഒരു മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള വേദി അവർക്കില്ലാതെ വരുന്നു. അവർക്ക് സാധാരണ ഒരാളിൻ്റെ കൂട്ട് പലപ്പോഴും ഹെൽപ്പ് എടുക്കാനായിട്ട് അവരുടെ പ്രശസ്തി തന്നെ അവർക്ക് തടസ്സമായി നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെയും നമ്മൾ ആ തലത്തിൽ കാണേണ്ടതുണ്ട്. അത് തന്നെയല്ല, അവരെപ്പോഴും സമൂഹത്തിൻ്റെ ഒരു ഭൂതക്കണ്ണാടിയിലാണ്. അവരുടെ വാക്കുകൾ, അവരുടെ ചേഷ്ടകൾ, അവരുടെ എല്ലാം നോട്ടവും ഭാവവും എല്ലാം ഒരേ സമയം എല്ലാവരും അവരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് അവരെ സമൂഹത്തിൻ്റെ സർവേലൻസിനാണ് എപ്പോഴും. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കുറവാണ്. അവർക്ക് അവരുടെ തനതായ രീതിയിൽ റിയാക്ട് ചെയ്യാനോ അവരുടെ തനതായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് എക്സ്പ്രസ് ചെയ്യാനോ, എന്തിനേറെ പറയുന്നു ഒരു FB പോസ്റ്റ് ഇടാനോ ഒരു വ്ളോഗ് എഴുതാനോ പോലുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. അത് നമ്മുടെ സമൂഹം നൽകുന്നുമില്ല. അപ്പോൾ ആ തരത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവരനുഭവിക്കുന്നു. അപ്പോൾ തൊഴിലിടത്തിൽ നിന്നുള്ള സമ്മർദ്ദം ആ ഒരു നിലയിലുണ്ട്, സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്മർദ്ദം ആ ഒരു നിലയിലുണ്ട്, അവർക്ക് പ്രശസ്തി മൂലം ലഭിക്കുന്ന റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളാണ് സിനിമാ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ നേരിടുന്നത്. അപ്പോൾ ആ തരത്തിൽ, അതായത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വേണം ഒരു ലഹരി വിമുക്തി അല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ അല്ലെങ്കിൽ ആ തരത്തിൽ നിന്നും ഒരു റീഹാബിലിറ്റേഷൻ ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതിന് യാതൊരു പ്രയോജനവും കാണുകയില്ല. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഫോർമാറ്റ്, ഒരേ തരത്തിലുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെ ഒരേ തരത്തിൽ അതിനെ ഹാൻഡിൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ എന്തൊക്കെ സേവനം ചെയ്തു അല്ലെ എന്തൊക്കെ പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാലും അത് മുഴുവനും പാടെ അർത്ഥശൂന്യമായി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർക്ക് എന്താണോ വേണ്ടത് ആ തരത്തിൽ, എന്തുകൊണ്ട് ആ വ്യക്തി ലഹരി ഉപയോഗിക്കുന്നു, ഈ ഏത് പ്രശ്നം കൊണ്ടാണ് അത് കണ്ടുപിടിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് അഭികാമ്യം. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ അജ്മൽ, ഇവിടെ അല്പം മുമ്പ് ഈ വിൻസിയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യം പരാമർശിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സംഭവം നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ആ സിനിമയുടെ സംവിധായകനും നിർമ്മാതാക്കളും തിരക്കഥാകൃത്തുക്കളും ഒക്കെ ആ വിഷയത്തിൽ എന്ത് സമീപനം സ്വീകരിച്ചു, ആ നടിയോടൊപ്പം എങ്ങനെ നിലകൊണ്ടു എന്നുള്ളതായിരുന്നു സമൂഹം ആദ്യം തിരഞ്ഞ കാര്യം. കാരണം ഈ നായകൻ നായിക എന്നതിനൊക്കെ അപ്പുറം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ കൊടുക്കുന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, നിർമ്മാതാക്കൾ എല്ലാവരും
ഇതിന്റെ ഭാഗമാകുകയാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇതിലൊരു പ്രതീക്ഷയായി, ഏതിടത്തെയാണ്, എവിടേക്കാണ് ചെല്ലേണ്ടത്? ഈ അടുത്ത കാലത്ത് അന്നുണ്ടായി സംഭവവികാസത്തിന്റെ ഉള്ളില് പരാതിയുമായി വരാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇതിന്റെ പ്രശ്നം പോലീസിനെ അത് പരാതി കൊടുക്കാനോ അത് അന്വേഷിക്കാനോ പല കുറ്റം പറ്റിയ കാര്യമില്ല. കാരണം വെച്ചാൽ അതിന്റെ വരുംപരായികളെ കുറിച്ച് പലരും പേടിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ അതിന്റെ അണിയറ പ്രവർത്തകരായിക്കോട്ടെ, അവരെ സംബന്ധിച്ചിട്ട് നല്ലൊരു സപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല അവർക്ക്. ഈ ചാനൽ ചർച്ചയിൽ എന്തെങ്കിലും പറയുന്നില്ല, പത്രമാധ്യമങ്ങൾ എന്തെങ്കിലും പറയുന്നല്ലാതെ നല്ലൊരു സപ്പോർട്ട് ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ അവർക്ക് കൊടുക്കുന്നില്ല. കാരണം ഇത് കൊടുത്തു നാളെ എന്താ പറയാ ആ നടി നാളെ പുറക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. പിന്നെ ചാൻസ് ഇല്ല വരുന്ന അവസ്ഥയിലായിരുന്നു. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഗവൺമെന്റ് വളരെ ശക്തമായിട്ട് മന്ത്രി രാജേഷ് ശർമ്മ പറഞ്ഞു, ശക്തമായിട്ട് കൂടെയുണ്ട്. പരാതിയെ കൊടുക്കുകയാണെങ്കിൽ അന്വേഷിക്കുകയും ചെയ്യും. ഇതിന്റെ പിന്നാമ്പുറം ആരൊക്കെയാണെന്ന് പിടിക്കപ്പെടുകയും ചെയ്യും. ഈ പറയുന്ന ഷൈൻ ടാച്ചോക്കൻ ഈ നടന്റെ ഇറങ്ങിയോടിയ ഇദ്ദേഹം ഇതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഈ അടുത്ത കാലത്ത് സംഭവം എന്താ, ഏതെങ്കിലും ഗ്രാമിന്റെ വ്യത്യാസം കൊണ്ട് കേസാവൂ, ഇത്ര ഗ്രാം ഉപയോഗിക്കാം, അത്ര പ്രശ്നമില്ല, ആ രീതിയിലായോണ്ടല്ലേ. ഇതിനേക്കാൾ വലിയ ഗ്രാമുകളും ഇതിനേക്കാളും വലിയ കിലോ കണക്കിന് സംഭവം ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്തായി? തൊഴിലുണ്ടോ? അന്വേഷിച്ചിട്ട് തൊഴിലെല്ലാം നശിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ട ആ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സത്യല്ലേ? തീർച്ചയായും. അതേപോലെ ഈ ഇന്നലെ ഈ പിടിച്ച ഇത് എന്താണ്, ഇത് ശരിക്ക് എത്തപ്പെടാത്തത്? ഇത് എവിടെങ്കിലും പിടിച്ച് അവിടെ ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്കല്ലേ പോകുന്നുള്ളൂ. ഈ അടുത്ത കാലത്ത് തന്നെ മൂന്നാർ വെച്ച് വാഗമണിന്റെ ഇവിടെ ഒരു മയക്കപ്പാന കിലോ കണക്കിന് കഞ്ചാവുമായി പിടിച്ചെന്ന് പറഞ്ഞു. കിലോ കണക്കിന് മാധ്യമങ്ങളിൽ നമ്മളെല്ലാം പറഞ്ഞതാണ്. എല്ലാവരും ആ ചർച്ച ഒരു എത്ര ദിവസം നീണ്ടു? 1, 2, 3 ദിവസം നീണ്ടു. അതിന്റെ യഥാർത്ഥ സ്രാവിലേക്ക് എത്തിയോ? ഒരിക്കലും എത്തുന്നില്ല. ഇതിന്റെ യഥാർത്ഥ സ്രാവിലേക്ക് എത്തുമ്പോഴേ ഇത് അവസാനിക്കുകയുള്ളൂ. ഇപ്പോഴും ചില കലാകാരന്മാർ, ഞാൻ ചില വ്യക്തികൾ എല്ലാവരെയും പറയുന്നില്ല, ഇതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എഴുതാൻ പറ്റുള്ളൂ, ഇതുണ്ടെങ്കിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ, ഇതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലുള്ള കലാകാരന്മാർ ഇതിലുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ഈ സംഘടന, എന്റെ സംഘടന അടക്കം എല്ലാ സംഘടന വളരെ വ്യക്തമായി നിൽക്കുന്നില്ല. ഇതെന്ന് ഒരു വാക്ക് പറയുന്നു, നാളെ എന്താ പറയാ മാറ്റി പറയുന്നു. ഫിലിം ചേംബർ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയിക്കോട്ടെ, അതാണ് ഇതിലെ ചോദ്യം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഘടനകൾക്ക് ശക്തമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കാൻ സാധിക്കാത്തത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഷൈൻ ടോം, ആ കേസ് തന്നെ എടുക്കാം. അദ്ദേഹത്തെ വെറുതെ വിട്ടു. പക്ഷേ ആ കേസിൽ പോലീസിന് പറ്റിയ വീഴ്ചയടക്കം കോടതി ആ ഘട്ടത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചതാണ്. ഇനിയിപ്പോൾ അത് മാറ്റി നിർത്താം. നിയമവശങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഇതിനുള്ളിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ഉള്ളിലുള്ളവർക്ക് തന്നെ അറിയാം. ഒരുപാട് സെറ്റുകളിൽ നേരിട്ടിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തേണ്ടത് ആരാണ്? സംഘടനകളാണ്, അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവർ അതിന് തയ്യാറാകുന്നില്ല. അവിടെയാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഈ ലഹരി ഉപയോഗിക്കുന്ന ആളെ എന്റെ സിനിമയിൽ അഭിനയിപ്പിക്കില്ല എന്ന് പറയുന്ന സംവിധായകരെ ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് കണ്ടു. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് പ്രശ്നം? ആ സംവിധായകർ തന്നെ, ആ നിർമ്മാതാക്കൾ തന്നെ, ആ തിരക്കഥാകൃത്തുകൾ തന്നെ ലഹരിയുമായി പിടിക്കപ്പെടുകയാണ്. കുറുന്തോട്ടിക്ക് വാദം വന്ന അവസ്ഥ. എന്ത് ചെയ്യാൻ കഴിയും? ഇത് പറയല് മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ലല്ലോ. ഇന്നിപ്പോ 2 പേരെ സസ്പെൻഡ് ചെയ്തു. നാളെ കഴിഞ്ഞ മറ്റന്നാളെ ഒരു 5 ദിവസം കഴിഞ്ഞോട്ടെ, ഒരു മാസത്തിനുള്ളിൽ ഈ പറയുന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ട സംഘ നേതാക്കന്മാരുടെ സിനിമയിൽ ഇവര് സജീവമായി വരും. പിന്നെ എവിടെയാണ് സസ്പെൻഡ്? ഇവരാരാണ് ഭയപ്പെടേണ്ടത്? ഇവർക്ക് ആരോട് ഭയമുണ്ട്? സമൂഹത്തിലുള്ള കടപ്പാടുണ്ടോ? ശരിക്കും കലാകാരന്മാരെന്ത് ചെയ്യണം? എപ്പോഴും സമൂഹത്തിൽ ഭയപ്പെടുന്നില്ല. സമൂഹം ശ്രദ്ധിക്കുന്ന ആൾക്കാരല്ലേ കലാകാരന്മാര്. അല്ല, അപ്പോൾ ഈ സംഘടനകൾ ആരെയാണ് ഭയപ്പെടുന്നത്? ശ്രീ അജ്മൽ, നടപടി എടുക്കാൻ കഴിയാത്ത തരത്തിൽ സംഘടനകൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഫിലിം ചേംബർ, ഒരു ഭാഗത്ത് പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഒരു അത് ടെക്നീഷ്യൻ ഫെഫ്ക. ഇത് പറയുന്നില്ല, പ്രവൃത്തിയിൽ വരുന്നല്ലോ. ഇപ്പോ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്താണ് ഫിലിം ചേംബറിന്റെ സയ്യന്താട്ട് പറഞ്ഞു, എന്ത് വന്നാലും ഇനി ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കില്ല, ഇദ്ദേഹം ഇത് ശരിയല്ല. ഈ പറയുന്ന പ്രവൃത്തിയിൽ വരുന്നില്ലോ. ഇതേ ഷൈൻ ടാച്ചോക്ക് തന്നെ തിരിച്ചെടുത്തു തരാം, മാപ്പ് കൊടുത്തു തരാം. ഗിഫ്റ്റയുടെ ഉണ്ണികൃഷ്ണനല്ലേ, സംഘടന നേതാവല്ലേ അദ്ദേഹം? ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമല്ല, സംഘടനയുടെ ഓരോ നേതാക്കന്മാരും അതാരാവട്ടെ, ഇവർ വ്യക്തമായ ഒരു എന്താ പറയുക ഒരു കാഴ്ചപ്പാടോടുകൂടി ഇത് മാറ്റി നിർത്തിയിട്ട് പറ്റുള്ളൂ. ഇത് കാർന്നു നിർത്തുന്ന ഒരു വിഷമാണിത്. ഇത് സമൂഹത്തെ നശിപ്പിക്കും. ഇത് ചെറിയ പിള്ളേർ വരെ മുമ്പൊക്കെ എന്താ വലിയ വലിയ ആൾക്കാരാണ് എന്നാ കേട്ടറിവ്. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ സ്കൂൾ 10ാം ക്ലാസ് 9ാം ക്ലാസ് പിള്ളേരൊക്കെ ഇതിന് അടിമയായി വന്നു. അതായത് ചിലർക്ക് നെട്ടിപ്പിക്കുന്നു. മുമ്പൊക്കെ നമുക്ക് ഉത്തരേന്ത്യ സംസ്ഥാനമാണ്, ബീഹാറാണ്, ബംഗാളാണ്. ഇന്ന് കേരളത്തിലാണ് സാധനം സുലഭം പോലെ പോകുന്നത്. പിടിക്കപ്പെടുന്നത് ഒരു ചെറിയ വിഭാഗം, പിടിക്കപ്പെടാതെ എത്രയോ വിഭാഗങ്ങളുണ്ട് ഇവിടെ. അല്ല, അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത് ശ്രീ അജ്മൽ. അതിലേക്കൊന്ന് കൃത്യമായി വരാൻ കഴിയുമോ? ഇപ്പോൾ താങ്കൾക്ക് ഒരുപക്ഷെ അതിന്റെ കാര്യങ്ങൾ അല്പം കൂടി വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്താൻ കഴിയാത്തത്, അവർ മാറി നിന്നാൽ പിന്നെ മലയാള സിനിമ അങ്ങ് ഇല്ലാതാകും എന്നുള്ള തോന്നൽ കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലുമൊക്കെ കാരണം നടപടി എടുക്കാൻ ഈ സംഘടനകളെ ഭയപ്പെടുത്തുന്നുണ്ടോ?
സംഘടനയെ ഭയപ്പെടുന്നുണ്ട്. അവർ ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, അവരിൽ ആരെങ്കിലും എന്താ പറയാ ഏതെങ്കിലും ഒരു കണ്ണിൽ ഇതിലുണ്ട്. ഈ പറയുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് ഒരാൾ വരുന്നു, അദ്ദേഹം ഇവരായിട്ട് പരിചയം ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ഒരാൾ വരുന്നു, അറിയാലോ പ്രൊഡ്യൂസർ 5 കോടിയുടെ പടം ചെയ്യുന്നു. പക്ഷെ അതിന് പുറത്തൊരു 3 കോടി സഹായിക്കുന്ന വേറെ പാർട്ടിയുണ്ട്, ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ 1 കോടി, അതേപോലെ വേറൊരു പ്രൊഡ്യൂസർ 50 ലക്ഷം. പക്ഷെ അവർ ഈ കണ്ണിയിലുണ്ടാവും. അപ്പൊ ഇവരെ ഒഴിവാക്കാൻ പറ്റില്ല, ഇവരെ ഒഴിവാക്കി സിനിമ ഉണ്ടാവില്ല. അതിലേക്കും പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ അതേപോലെ സംഘടന നേതാക്കന്മാർ, ഫിലിം ചേംബർ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ അസോസിയേഷൻ നിലപാടുകൾ പിടിക്കപ്പെടുമ്പം പറയുന്നില്ലാതെ ഇത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അത് തേച്ചു മാച്ചു കളഞ്ഞു. അതാ അദ്ദേഹം അടുത്ത ശ്രീമതി ബസി പിടിച്ചല്ലോ, അറിയാലോ. എത്രാമത്തെ 1, 2, 3 സുലഭം പോലെ അദ്ദേഹം ഇപ്പൊ അഭിനയിക്കുന്നില്ലേ? ആരാ ഈ പറയുന്ന എന്താ പറയാ സംഘടന നേതാക്കന്മാരുടെ സിനിമയിൽ അഭിനയിക്കുന്നത്? അതാ ഏറ്റവും കഷ്ടം. ഞാൻ ആളെ പേരൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. മാറ്റി നിർത്തുമെന്ന് പറഞ്ഞുറപ്പിച്ച അവരുടെ സിനിമയിലാണ് ഈ പറയുന്ന കളങ്കം വെച്ച ഈ നടന്മാരും നടിമാരും അഭിനയിക്കുന്നത്. അതിന് മുകളിൽ എന്താ പറയാനുള്ളത്? ഞാൻ മടങ്ങി വരാം. ശ്രീ സി ഷുക്കൂർ, ഇപ്പോൾ ശ്രീ അജ്മൽ പറയുന്നത് അത് യാഥാർത്ഥ്യമാണ്, ഫാക്റ്റാണ്, നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ എനിക്കോ താങ്കൾക്കോ നേരിട്ട് അത്തരം അനുഭവങ്ങൾ ഉണ്ടായില്ല എന്നതിൻ്റെ അർത്ഥം അതില്ല എന്നുള്ളതല്ലല്ലോ. അപ്പോൾ നമ്മൾ ആ നിലയിൽ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു സെറ്റിൽ ചിലപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവർ 1, 2 ആളുകളായിരിക്കും. പക്ഷെ അവർ ആ മുഴുവൻ വ്യവസായത്തിനും ഉണ്ടാക്കുന്ന കളങ്കമുണ്ട്. അതിനപ്പുറം ആ സെറ്റിലാകമാനം അവർ ഉണ്ടാക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ നോക്കൂ, വിൻസിയ വിഷയം തുറന്നു പറയുന്നത് ആ നിലയിലാണ്. ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുഭവം എന്നുള്ളതല്ല. പലപ്പോഴും ഇത്തരം ലഹരി ഉപയോഗങ്ങളുടെ പേരിൽ സ്ട്രഗിൾ ചെയ്യപ്പെടേണ്ടി വരുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അതൊരു വലിയ വിഭാഗമാണ് ഈ ന്യൂനപക്ഷത്തെ അപേക്ഷിച്ച്. പക്ഷേ ആ ഭൂരിപക്ഷത്തിന് ഈ ന്യൂനപക്ഷത്തെ തോൽപ്പിക്കാനാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് കേരളത്തിലെ ഈ നർക്കോട്ടിക് കേസുകളുടെ ശിക്ഷ കേരളത്തിൽ വളരെ കൂടുതലാണ്. മാത്രമല്ല, നമ്മളിപ്പം നേരത്തെ 2015 ആണ് ജനുവരിയിലാണ് ഷൈൻ ടോം ചാക്കോ പ്രതിയായിട്ടുള്ള ചരസ് കേസ് കടവന്ത്ര പോലീസ് പിടിക്കുന്നത്. ആ പോലീസ് കേസ് പിടിച്ച് അതിൽ കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ അക്വിറ്റിലാക്കിയ കേസ്. ആ ജഡ്ജ്മെൻറ്റിൽ അക്വിറ്റിലാവാനുള്ള കാരണങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ സമ്പത്തൊക്കെ ഉള്ള ചർച്ചയാണ് ഞാൻ പറയുന്നത്. ഈ അക്വിറ്റൽ റിവ്യൂ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ. എല്ലാ 2014 സുപ്രീം കോടതി ഡിസിഷൻ പ്രകാരം എല്ലാ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലും ബന്ധപ്പെട്ട ഏതൊക്കെ കേസുകളാണോ പ്രതികൾ വെറുതെ വിടേണ്ട കാരണത്തെക്കുറിച്ച് പഠിക്കാനുള്ള കമ്മിറ്റിയാണ് അക്വിറ്റൽ റിവ്യൂ കമ്മിറ്റി. അതിൽ എന്താണ് കാരണം, ആരാണ് ഇൻവെസ്റ്റിഗേഷൻ ഡിക്റ്റേറ്റ് ചെയ്ത ഓഫീസറാണോ വീഴ്ചക്കാരൻ, അതായത് കേസ് പിടിച്ച ആളാണോ കുറ്റക്കാരൻ, അതല്ല ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്തിയ ആളാണോ കുറ്റം, 6 or 7 പോലീസ് ഓഫീസർമാരെ കേസ് അന്വേഷണം നടത്തിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണോ, പ്രോസിക്യൂട്ടറാണോ കുറ്റക്കാർ, അങ്ങനെ കുറ്റം ചെയ്ത ആൾക്കാരെ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ അക്വിറ്റൽ റിവ്യൂ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. തീർച്ചയായും ഗവൺമെൻറ് ഈ കാര്യത്തിൽ വളരെ കർശനമായ നിലപാടെടുക്കുന്ന ഗവൺമെൻറ് എന്ന നിലയിൽ തന്നെ ഈ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ആ കടവന്ത്ര സെഷൻസ് കേസിലെ ആ കുറ്റവാളിക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള ഒന്ന് ബഹുമാനപ്പെട്ട സമ്പത്തിനോട് എനിക്കുള്ള അഭ്യർത്ഥന. രണ്ടാമത്തെ കാര്യത്തിൽ ഇപ്പം ഈ നേരത്തെ മാക്ടിയുടെ ആൾ പറഞ്ഞു സിനിമാ സെറ്റിൽ, ഞാൻ സമ്മതിച്ചു സിനിമാ സെറ്റിൽ ചില ആൾക്കാർ ഇതുണ്ട്. ഇപ്പം വിൻസി എന്ന് പറയുന്ന പ്രശസ്തിയായ നടി കഴിഞ്ഞ 5 വർഷം കൊണ്ട് അവർ മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിച്ച നല്ല അഭിനേത്രിയാണ്. അതുപോലെ തന്നെ പ്രാപ്തിയുള്ള ഒരാളാണ് ഷൈനും. പക്ഷേ നിർഭാഗ്യവശാൽ ഷൈൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യവശാൽ അദ്ദേഹം ഈ മയക്കുമരുന്ന് പലപ്പോഴായി ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് അവരോട് ആ 2 പേര് അവരും പറഞ്ഞു, അതിനുശേഷം വേറൊരു അഭിനേത്രിയും പറഞ്ഞു അവരോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി പോലീസിന് കേസെടുക്കണമെങ്കിൽ തീർച്ചയായും അവർ പരാതി കൊടുക്കണം. നമ്മളിപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ തന്നെ കൈരളിയിൽ തന്നെ ചർച്ച ചെയ്തതാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഹൈക്കോടതി കേസെടുക്കാൻ പറഞ്ഞു. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഒരു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പുറത്ത് FIR ഇട്ട് കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല, ബുദ്ധിമുട്ടാവും നമ്മൾ പറഞ്ഞു. പക്ഷേ ഹൈക്കോടതി കർശനമായി പറഞ്ഞു 35 FIR സ്പെസിഫിക്കായിട്ട് ഇട്ടു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. അത് രണ്ടാമതും നേരത്തെ മൊഴി കൊടുത്ത ആരും തന്നെ പിന്നെ കേസിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല. ആദ്യം മൊഴി കൊടുത്ത് FIR ഇട്ട ആൾക്കാർ പിന്നെ ആരും അതിന് തുടർ നടപടികൾ പോലീസിനോട് സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോൾ പോലീസിനോട് സഹകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വിക്റ്റിമായ ആൾക്കാരെ എത്തിക്കാനുള്ള സാമൂഹ്യ സമ്മർദ്ദം, സോഷ്യൽ പ്രഷർ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്.
അതിന് സിനിമാ രംഗത്തുള്ള ആളായാലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതായാലും രാഷ്ട്രീയ സംഘടനകളും യുവജന സംഘടനകളും മഹിളാ സംഘടനകളൊക്കെ സജീവമായി നിലപാട് സ്വീകരിക്കണം. തീർച്ചയായും ഇപ്പം ഈ പ്രഗത്ഭരായ നടന്മാർ ഇപ്പോൾ ഒരാളെ മാറ്റി നിർത്തിയാൽ സിനിമ ഇല്ലാതെയാകുമെന്നതൊന്നുമല്ല. കലാകാരന്മാരെന്ന് പറയുന്നത് ഇപ്പം ഇന്ന് പിടിച്ച ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയൊക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ ടാലൻറ്റഡായ സംവിധായകരാണ്. നമുക്ക് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. അവരുടെ ബ്രില്യൻസ് സിനിമകൾ കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ്. പക്ഷെ അവരെ ഏതെങ്കിലും കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നാളെ അവർ സിനിമ ഇല്ലാതെന്ന് വിചാരിച്ചുകൂടാ. അവർ വേറെ തരത്തിലും. പക്ഷേ അവർക്ക് തിരുത്താനുള്ള സാഹചര്യം കൂടി നമ്മൾ ഉണ്ടാക്കണം. നമ്മളെന്താ പണിഷ്മെൻറ്റ് തിയറി എന്താ? അപ്പോൾ സമ്പത്ത് PhD-യിലാണ് ലോയിൽ. എന്താ നമ്മുടെ പണിഷ്മെൻറ്റ് എന്തിനാ? സ്വയം റിഫോർമേറ്റീവ് തിയറി ഉണ്ട്. അവർക്ക് തിരിച്ച് ലഹരി ഉപയോഗിക്കേണ്ട സാഹചര്യം, ലഹരിക്ക് അടിമപ്പെടേണ്ട സാഹചര്യം, ആ സാഹചര്യത്തിൽ മാറി വന്ന് ഒരു സംസ്കൃത സമൂഹത്തിൽ, പരിഷ്കൃത സമൂഹത്തിൽ നല്ലവരായി ജീവിക്കാനുള്ള സിനിമാ പ്രവർത്തകരായുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഒരു ലഹരി ഉപയോഗിച്ച് ഒരു കേസിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അവരുടെ സിനിമാ ജീവിതമോ അഭിനയ ജീവിതമോ റദ്ദ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകേണ്ടതില്ല. മറിച്ച് അവർക്ക് തിരുത്താനും തിരുത്തി വന്ന് സമൂഹത്തോടൊപ്പം ചേരാനുള്ള മാനസിക നിലയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെ പുറത്താക്കി ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക, എന്നിട്ട് ആവശ്യമായ ചികിത്സ നൽകണമെങ്കിൽ ചികിത്സ നൽകുക. അവരിപ്പോൾ നേരത്തെ അവർ ബഹുമാനപ്പെട്ട മാനസിക രോഗ വിദഗ്ധർ പറഞ്ഞു, കസ്റ്റമൈസ്ഡ് ആയ ചികിത്സ. എന്താണ് അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. സമ്മർദ്ദമുണ്ട്, കഥാപാത്രമായി മാറുന്ന സാഹചര്യമുണ്ട്, അവർക്ക് സാധാരണ മനുഷ്യന്മാരെ പോലത്തെ ജീവിതം സാധ്യമല്ല, സുഹൃത്തുക്കളോട് പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് അവർക്ക് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന പ്രഗത്ഭരായ കലാകാരന്മാർ ഒരുപാട് പ്രായോഗികമാണെന്നൊരു പ്രശ്നം കൂടിയില്ലേ? ഒന്നാമതായി ഇത് എത്ര വലുതാണ്, ഇതിന്റെ വ്യാപ്തി എത്രമാത്രമാണെന്നുള്ളത്. ഇനി രണ്ടാമത് നമ്മളിപ്പോൾ ആവർത്തിച്ച് പറയുന്ന ഷൈൻ്റെ തന്നെ കേസിൽ ഇതിന് മുൻപ് അദ്ദേഹം ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ പറയുന്നു, പക്ഷെ മാറ്റം വന്നില്ല. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് വിശ്വസിക്കുക ഇവരെയൊക്കെ? അല്ല, തീർച്ചയായും ഇപ്പോൾ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി തീരുമാനിച്ചാൽ മാറ്റി നിർത്തുക തന്നെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ 1-2 നടന്മാരില്ലെങ്കിൽ സിനിമയില്ലാതെ പ്രേം നസീറിന് ശേഷം സിനിമ ഉണ്ടായിരുന്നില്ലേ, ജയന് ശേഷം സിനിമ ഉണ്ടായിരുന്നില്ല, സിനിമയൊക്കെ ഉണ്ടാവും. IV ശശിക്ക് ശേഷം, ഹരിഹരന് ശേഷം നമ്മുടെ നാട്ടിൽ സിനിമയില്ല. പക്ഷേ അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. തീർച്ചയായും അവർക്ക് തിരുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അവരുടെ കുടുംബക്കാരെ വെച്ച് അവർ മോണിറ്റർ ചെയ്യാൻ കഴിയും. എല്ലാവർക്കും അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരൊക്കെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ആരും മാറ്റി നിർത്തേണ്ടല്ല. കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജയിലിൽ അടച്ചാൽ തന്നെ എന്താ, അവർക്ക് തിരുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു കഞ്ചാവ് പിടിച്ചിട്ട് ഒരു സ്ഥലത്തും അങ്ങനെയില്ല. എത്ര ക്വാണ്ടിറ്റി കഞ്ചാവാണ് പിടിച്ചത് അതിനനുസരിച്ചാണ് അവർക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടിയോ തീരുമാനിക്കുന്നത്. നമ്മുടെ ഈ NDPS നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഓരോ മയക്കുമരുന്നിൻ്റെ അളവ് എത്രയാണ്, അതെന്താണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി, എന്താണ് ലാർജ് ക്വാണ്ടിറ്റി, അങ്ങനെ ഓരോ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കൃത്യമായി പറയുന്നുണ്ട്. ആ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ജാമ്യം നിശ്ചയിക്കാനുള്ള അധികാരം. വളരെ ചെറിയ തോതിലാണ് നിങ്ങളടുത്ത് പിടിക്കുന്നെങ്കിൽ ജാമ്യം ലഭിക്കും. ആ പിടിക്കുന്ന മയക്കുമരുന്നിൻ്റെ സ്വഭാവം എന്താണ്, അത് എത്ര അപകടം പിടിച്ചതാണ്, അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ സെക്ഷൻ 35 മറ്റ് നിയമങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കർശനമായ നിയമമാണ് NDPS. സെക്ഷൻ 35 പ്രകാരം ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു നിയമമുള്ള ഒരു ആക്റ്റാണ് NDPS. എന്നിട്ട് പോലും ജാമ്യം കിട്ടാവുന്ന അളവിൽ മാത്രമേ അവരുടെ കയ്യിൽ മയക്കുമരുന്നില്ലെങ്കിൽ മാത്രമാണ് ജാമ്യം കിട്ടുന്നത്. അല്ലാത്തവർക്ക് ജാമ്യം കിട്ടുന്നേ ഇല്ല. 2-3 വർഷം ജയിലിൽ കിടക്കുന്നുണ്ട്. നമ്മളിപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ ആദ്യത്തെ കേസിൽ 90 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. ജനുവരിയിൽ പിടിച്ചിട്ട് മാർച്ച് 30 അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത് 2015. അപ്പം ഇനിയും അങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്നവരെ തീരെ ഒരു തലക്കും ശരിയാവില്ല എന്ന് പറയുന്നവരെ മാറ്റി നിർത്തുകയും മറ്റുള്ളവർക്ക് അവസരം നൽകുകയും പ്രഗത്ഭരായ പ്രാപ്തിയുള്ള സമൂഹത്തിന് ഒരുപാട് ഇനിയും സാമൂഹ്യ സേവനം നടത്താൻ, കലാരംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഡോക്ടർ എ സമ്പത്ത്, ഇവിടെ ഇപ്പോൾ LC ഉമ്മൻ അവരുടെ മുന്നിൽ വന്ന കേസുകൾ കൂടി അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നത്തിന് ഒരു കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ, അവർ ആ വാക്കാണ് ഉപയോഗിച്ചത്, അത് മാത്രമാണ് പ്രായോഗികം എന്നവർ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് സ്റ്റേറ്റാണ്, സർക്കാർ സംവിധാനങ്ങളാണ്. അത് എത്രമാത്രം ഉണ്ടാകും? ഈ കേസുകൾ പരിശോധനകൾ ഒരുപാട് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനാനുപാതികമായി നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്നതിനപ്പുറം ഇടപെടലുകൾ എങ്ങനെ ഉണ്ടാകുന്നുണ്ട്? അത് രണ്ടാണല്ലോ, നടപടികളും ഇടപെടലുകളും. അപ്പോൾ അതെങ്ങനെയാണ് ഒരു സർക്കാർ സംവിധാനത്തിന് ഉറപ്പ് നൽകാൻ കഴിയുന്നത്?
എന്നുള്ള ചോദ്യം. രണ്ടാമത് ഇവിടെ ഇപ്പോൾ ശ്രീ അജ്മൽ ഉൾപ്പെടെ പറയുന്ന ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസ് അത് ഇതിനു മുൻപത്തെ കഴിഞ്ഞ UDF സർക്കാർ ഭരിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്നത്തെ അന്വേഷണത്തിലെ വീഴ്ചകൾ കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം വീഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് ആ സംവിധാനത്തിൽ തന്നെ വിശ്വാസം ഇല്ലാതാകില്ലേ? അസീത, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ മറുപടി എന്നുള്ളത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് 1 മണിക്കൂർ ചർച്ച ചെയ്താലും ഇത് വളരെ ലഘുവായ സിമ്പിളായ ഒരു മറുപടിയായി തീർക്കാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ട് എന്ന് ഞാൻ പറയാം. ഐക്യരാഷ്ട്രസഭയുടെ ഈ മയക്കുമരുന്ന് വിരുദ്ധ അന്തർദേശീയ ഏജൻസി UNODC അവർ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ നഗരങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ നിയമവിരുദ്ധ മയക്കുമരുന്ന് കടത്തുകളുടെ ഹബ്ബായി അവർ ഉപയോഗിച്ച പദം എന്നത് മേജർ ഹബ്സ് ഓഫ് ഇല്ലിസിറ്റ് ഷിപ്മെൻറ്റ്സ് ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് പുറത്തുനിന്ന് വരുന്നതായിട്ടുള്ള അതിൽ ഇപ്പോൾ പ്രേക്ഷകർക്കെല്ലാം അതിൻ്റെ ഒരു സാങ്കേതികമായ പദങ്ങളൊന്നും അങ്ങനെ മനസ്സിലാകുന്നതല്ല. ഡോക്ടർ LC ഉമ്മനും ഒരുപക്ഷെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കുമെങ്കിലും എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് ഞാനിത് പറയാം. ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കളായി, ഇത് ഹാഫ് പ്രോസസ്ഡായി, പിന്നെ അതല്ല അതിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപമെന്ന് ഞാൻ പറയാൻ പാടില്ലെങ്കിലും ഒക്കെയായി വരുന്നതിൻ്റെ 60% ഇന്ത്യയിൽ നിന്ന് തന്നെ അത് മറ്റു പല രാഷ്ട്രങ്ങളിലേക്കും, അത് ബൈ സീ റൂട്ടാവാം, അല്ല ചിലപ്പോൾ ലാൻഡായിട്ടായിരിക്കും, പിന്നെ അത് ബൈ എയറായിട്ട് ഒക്കെ അത് കാരിയേഴ്സ് ഉണ്ടാവും. അങ്ങനെ അത് കടത്തപ്പെടുകയാണ്. അതിൻ്റെ 40% ഇവിടെ ഇത് ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കുകയാണ്. ഇന്ത്യയിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള വിവിധ ലാബുകളും മറ്റുമെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇത് ഒരു വലിയ നിയമവിരുദ്ധ വ്യവസായമായി ഇത് മാറിയ വ്യവസായം എന്ന് തന്നെ പറയുന്ന ആ ഒരു ടേം വേറെ എനിക്ക് പറയാനില്ലാത്തത് കൊണ്ടാണ് അസിത ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് ഉണ്ടാക്കുന്ന ഭീഷണി എന്നുള്ളത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഭീഷണിയല്ല, ഇത് രാഷ്ട്രത്തിന് തന്നെ വലിയ ഭീഷണിയാണ്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. 2000 ആണ്ടുകളുടെ ആരംഭത്തിൽ ഈ കൊളംബിയ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. ആ കൊളംബിയയിലെ ഡ്രഗ് കാർട്ടൽസിനെ അവർ അമർച്ച ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ പിന്തുണയോടുകൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥി പട്ടാപ്പകൽ വെടിവെച്ച് കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ മയക്കുമരുന്ന് വിപണനം, അതിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ കടത്ത് ഇതുമായി ബന്ധപ്പെട്ട് സമാന്തര രാഷ്ട്രമായി, സമാന്തര സമ്പദ് വ്യവസ്ഥയായി പ്രവർത്തിച്ചവർ 4 കൊല്ലക്കാലം കൊണ്ട് ജഡ്ജിമാരെ, മജിസ്ട്രേറ്റുമാരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, ഇതിൻ്റെ ആൻറ്റി ഡ്രഗ് ഓപ്പറേഷൻസൊക്കെ നടത്തിയിട്ടുള്ള ഏതാണ്ട് 2000-ലധികം ഉദ്യോഗസ്ഥരെ അവർ വധിച്ചു. തീരുന്നില്ല. അവർ ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്താൽ അടുത്ത 5 കൊല്ലക്കാലം കൊണ്ട് കൊളംബിയയുടെ എല്ലാ വിദേശ കടങ്ങളും ഞങ്ങൾ വീട്ടാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നതായ ഒരു കാര്യമാണ്. ഇന്ന് ഇന്ത്യയിലിപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് സിനിമാ വ്യവസായം എന്നുള്ളത് ശരിയാണ്. സിനിമാ വ്യവസായത്തിൽ 100 കണക്കിന് ആളുകൾ അവിടെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഇങ്ങനെ ഈ പ്രശസ്തരായിട്ടുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ പ്രമുഖരായിട്ടുള്ളവർ, താരപരിവേഷമുള്ളവർ അവരെല്ലാം നിയമത്തിന് അപ്രാപ്യരോ അന്യരോ ആകുന്നില്ല. ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന് അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നത് മയക്കുമരുന്ന് അതിൻ്റെ വിവരങ്ങൾ നൽകുന്നത് അത് രഹസ്യമായി വയ്ക്കും, ആരാണ് വിവരങ്ങൾ നൽകുന്നത് എന്നുള്ളത്. അത് സംബന്ധിച്ചുള്ള പരിശോധന, സൂക്ഷ്മ പരിശോധന, പിന്നെ അതിൻ്റെ അറസ്റ്റ്, ഒരു കണക്കൊന്ന് നോക്കി. ഡി ഹണ്ട് എന്നുള്ളത് കേരള സർക്കാർ ആരംഭിച്ചതിന് ശേഷം 72,980 റെയ്ഡുകളാണ് നടത്തിയത്. 72,980 റെയ്ഡുകൾ, 7,265 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്, 7,539 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ ഒരു രംഗവുമായി ബന്ധപ്പെട്ട് ഞാനിത് പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്താണ് ഇത്ര ശക്തമായ ധീരമായ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്? ഇനി ഏതെങ്കിലും മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ സ്ട്രെസ്സ് അത്തരം കാര്യങ്ങളൊക്കെയാണ്. ഞാൻ തൊഴിലുകൊണ്ട് അഭിഭാഷകനാണ്, അഡ്വക്കേറ്റ് ഷുക്കൂറിനെ പോലെ തന്നെ പൊതുപ്രവർത്തകനാണ് എങ്കിൽ പോലും അഭിഭാഷകർ അനുഭവിക്കുന്ന സ്ട്രെസ്സ് എത്രമാത്രമാണ്. അല്ല, പോലീസ് ഉദ്യോഗസ്ഥർ അവർ റൗണ്ട് ദ ക്ലോക്ക് 24 മണിക്കൂറും പണിയെടുക്കേണ്ടവരാണ്, വെയിലത്തും മഴയത്തും നിന്ന് പണിയെടുക്കേണ്ടവർ. അവർ അനുഭവിക്കേണ്ടതായ സ്ട്രെസ്സ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കും അവരുടേത്. നമ്മുടെ സൈനികർ മഞ്ഞിൽ, മഴയത്ത്, അങ്ങേയറ്റത്തെ കടുത്ത ചൂടിൽ
ഈ ദുർഗമമായ വനപ്രദേശങ്ങളിൽ മനുഷ്യന് എത്തപ്പെടാൻ കഴിയാത്തടത്ത് ഏത് നിമിഷവും ഒന്ന് കണ്ണിമേ ഒന്ന് ചെമ്മിയാൽ പോലും വെടിയുണ്ട തുളഞ്ഞു പോകും, ജീവൻ അപഹരിക്കുമെന്നുള്ള നിലയിൽ അങ്ങനെയുള്ള സൈനികർ ഉൾപ്പെടെയുള്ളവർ എത്രമാത്രം സ്ട്രെസ്സിലാണ് അവർ പണിയെടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഡോക്ടർമാരെ തന്നെ നോക്കൂ. ഡോക്ടർമാർ, ആരോഗ്യരംഗത്തെ ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും അടക്കമുള്ളവർ മണിക്കൂറുകളോളം നിന്ന് സർജറി, അങ്ങനെ 14-16 മണിക്കൂർ അത്തരത്തിൽ ആ സർജറി നടത്തേണ്ട ഡോക്ടർമാർ. അപ്പോൾ സ്ട്രെസ്സ് എന്നുള്ളത് ഇത്തരത്തിലുള്ള വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവരെല്ലാവരും അനുഭവിക്കുന്നുണ്ട്, മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ. സ്പോർട്സ് താരങ്ങൾ, അത്തരത്തിൽ അറിയപ്പെടുന്ന സ്പോർട്സ് താരങ്ങൾ, അവരുമെല്ലാം സ്ട്രെസ്സിന് വിധേയമാകുന്നുണ്ട്. ആ സ്ട്രെസ്സിന് പരിഹാരമാണ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ ഇതിനെ അങ്ങനെ ഒരു പരിവേഷം അതിന് നൽകി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഈ ബിഗ് ഫിഷസ് എന്ന് പറയുന്നത് അത് അന്തർദേശീയ നിലവാരത്തിൽ തന്നെ അത്തരത്തിൽ അവർ ഗ്ലോബ് ട്രോട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ പല ആളുകളുമാണ്. നമ്മൾ ഈ കമ്പനി ലോയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. കമ്പനി എന്നുള്ളത് ഒരു ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റിയാണ് എന്നുള്ളത്, അതൊരു നാച്ചുറൽ പേഴ്സൺ അല്ല എന്നുള്ള, ജൂറിഡിക് പേഴ്സണാലിറ്റിയാണ് എന്നുള്ളത്. അൺലെസ് ആൻഡ് അണ്ടിൽ വി ലിഫ്റ്റ് ദ കോർപ്പറേറ്റ് മൂടുപടം മാറ്റുന്നത് വരെ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്ന് നമ്മൾ അറിയില്ല എന്നുള്ളത് പോലെയാണ് ഇത്തരത്തിലുള്ളത്. അതിൽ വളരെ ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട്, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ ഈ കള്ളപ്പണത്തിൻ്റെ ഉൽപ്പാദനം, കള്ളപ്പണത്തിൻ്റെ വ്യാപനം, കള്ളപ്പണം വെളുപ്പിക്കൽ, മണി ലോണ്ടറിങ് ഇതിൻ്റെ ഭാഗമാണ്. നാർക്കോ ടെററിസം ഇതിൻ്റെ ഭാഗമാണ്. ഭീകരവാദം ഇതിൻ്റെ ഭാഗമാണ്. ഭീകരവാദത്തിന് പണം അത്തരത്തിൽ ഫണ്ടിങ് എന്നുള്ളത് നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മേഖല ഈ പറയുന്ന ഈ മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനവും കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അവരുടെ കയ്യിലേക്ക് ആയുധങ്ങൾ വരുന്നതിന് പണം വേണം, അവർക്ക് പരിശീലനത്തിന് പണം വേണം. ആ പണം എന്നുള്ളതും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇതൊരു വ്യക്തിയുടെയോ ഏതാനും ആളുകളെയോ അല്ലെങ്കിൽ പേരുകൾ പറഞ്ഞുകൊണ്ട് മാത്രം സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ കലാരംഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ മാത്രം അതിനെ വല്ലാതെ ചുരുക്കി നമ്മളൊരു പെട്ടിക്കകത്തേക്ക് ആക്കേണ്ടതില്ല. ഇതിൻ്റെ വ്യാപനം എന്നുള്ളത് വളരെ ഭീഷണിയാണ്. ആ ഭീഷണി എന്നുള്ളത് സർവനാശം ഉണ്ടാക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്, തലമുറകളടക്കം ബാധിക്കുന്നതായ ഒരു കാര്യമാണ്. ഇത് കർശനമായ നടപടികളാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്, അത് ഇന്ത്യയിൽ ഒരു പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഇതിൽ എവിടേക്കും അത്തരം കാര്യങ്ങൾ നമ്മുടെ ആ പരിശോധന അതുപോലെ തന്നെ അവിടെ ഇപ്പം ഞാനാരും കുറ്റവാളി എന്നൊന്നും പറയുന്നില്ല. ഇവിടെ വേണ്ടത് ചികിത്സയാണ്. ഇതിനടിപ്പെട്ട് പോയവരെയോ ഇത് ഉപയോഗിച്ച് പോയവരോ ഒരിക്കൽ ഉപയോഗിച്ചാൽ സേ നോ ടു ഡ്രഗ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആര് വന്നിനി എത്ര സ്നേഹപൂർവ്വം ചുണ്ടത്ത് ചാലിക്കാനായി കൊണ്ടുവന്നാലും വേണ്ട എന്ന തീരുമാനമെടുത്ത് ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകട്ടെ. പക്ഷെ അതിന് മുൻപ് ഒരു ചെറിയ ചോദ്യം, ചെറിയ വാക്കിൽ മറുപടിയും. അപ്പോൾ അവിടെയാണ് ശ്രീമതി LC ഉമ്മൻ പറയുന്ന ഈ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ, അതിനൊരു സ്റ്റേറ്റിനെ സാധിക്കൂ? അത് അത്തരം ഇടപെടലുകൾ ഉണ്ടാകുമോ? അങ്ങനെ ഒരു പരിഗണനയുണ്ടോ സർക്കാരിന്? ഇവിടെ ഒരു VIP പരിഗണനയൊന്നും ആർക്കും കൊടുക്കാനായി അങ്ങനെയല്ല ചോദിക്കുന്നത്. ആ നിലയിലുള്ള VIP അങ്ങനെയല്ല ചോദിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ കേസുകൾ എടുക്കുന്നു, അതിനപ്പുറത്തേക്ക് ഒരു ബോധവൽക്കരണം ഒക്കെ ഏത് നിലയിൽ നടത്തും എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ശ്രീമതി LC ഉമ്മൻ പറഞ്ഞതുപോലെ ഇതിന്റെ കാരണം എന്താണ് എന്നതിൽ അത് എത്രമാത്രം പ്രായോഗികമാണ് ഇതിന്റെ പ്രശ്നവുമുണ്ട്. ഓരോ ആളുകളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് അവരെന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നുവെന്ന് കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കുക, അത് എത്രമാത്രം പ്രായോഗികമാണെന്ന പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ആലോചന ഉണ്ടോ? കാരണം ഒരു വലിയ പോരാട്ടത്തിലേക്ക് സർക്കാർ കടന്ന സാഹചര്യം കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം. ഈ ഒരു പോരാട്ടം എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ മാത്രം മെഷീനറി വെച്ചുകൊണ്ടുള്ള പോരാട്ടമല്ല അസിത, ഇത് ജനങ്ങൾ ഏറ്റെടുത്തൊരു പോരാട്ടമാണ്. യുവജനങ്ങളും പൊതുജനങ്ങളും മാധ്യമങ്ങളും എല്ലാവരും, സർവീസ് സംഘടനകളും പെൻഷനേഴ്സും വീട്ടമ്മമാരും എല്ലാവരും ഏറ്റെടുത്തതായ ഒരു പോരാട്ടമാണ്. നമ്മൾ മയക്കുമരുന്നിനോട് ഒരു കാരണവശാലും പൊരുത്തപ്പെടുന്നില്ല. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ. ഓക്കെ, ഞാൻ മടങ്ങി വരാം. ശ്രീ ചിറക്കര മധു, ഇവിടെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ലഹരിയുടെ അടിവേര് അറുക്കണമെന്ന് പറയും. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടേക്ക് എത്തുന്ന ലഹരി, അതിൻ്റെ അടിവേരുകൾ നമ്മൾ തിരിഞ്ഞു ചെന്നാൽ അത് ഈ സംസ്ഥാനത്തിനുള്ളിലൊന്നും നിൽക്കുന്നതല്ല, പലപ്പോഴും അന്താരാഷ്ട്ര ബന്ധങ്ങളടക്കമുള്ളതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് അത്തരം പ്രവർത്തനങ്ങൾക്ക് എത്രമാത്രം പരിമിതികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, പലപ്പോഴും ഇപ്പോൾ കേരളത്തിൽ ഇത്തരം കേസുകൾ കൂടുന്നുവെന്ന് ആകുലപ്പെടുന്ന ഒരു വിഭാഗത്തെ നമ്മൾ കാണാറുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പരിശോധന കൂടുന്നത് കൊണ്ടാണോ ആ കേസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത്, അതോ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഉപയോഗത്തിലും വ്യാപനത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് നമ്മൾ എറണാകുളത്ത് എക്സൈസുകാർ കണ്ടെടുത്ത കേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത് എനിക്കൊരു ഖേദം ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിനിമയിൽ ലൈവായി നിൽക്കുന്ന വളരെ ചെറുപ്പക്കാരായ ആളുകളാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, അതിനകത്ത് മറ്റൊരു വശമുള്ളതെന്ന് പറഞ്ഞാൽ സിനിമാ മേഖല
ഇതിനെതിരായ പ്രതികരണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഈ കേസിൽ നിന്ന് തെളിയുന്ന കാര്യം. ഇത് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇതിൽ ആദ്യത്തെ കാര്യത്തിൽ എനിക്ക് ഖേദവും രണ്ടാമത്തെ കാര്യത്തിൽ സന്തോഷവും തോന്നുന്നു. കാരണം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് കേസെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ സിനിമാ മേഖല ഇത്തരത്തിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗവൺമെന്റിനും അന്വേഷണ ഏജൻസികൾക്കും ഒക്കെ വളരെ പെട്ടെന്ന് സിനിമാ മേഖലയെ വൃത്തിയാക്കിയെടുക്കാൻ, അതായത് ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും സിനിമാ മേഖലയെ മോചിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാമത്തെ കാര്യം. പിന്നെ ചോദിച്ചത് നമ്മുടെ കേരളത്തിൽ കേസുകളുടെ എണ്ണത്തിലെ വർധനവിനെ കുറിച്ചാണ്. അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മറ്റ് സ്റ്റേറ്റുകളിൽ വളരെ ചുരുക്കം സ്റ്റേറ്റുകളിൽ മാത്രമേ എക്സൈസിനെ പോലെ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു ഫോഴ്സ് രൂപപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും ഈ നർക്കോട്ടിക് കേസുകൾ എടുക്കുന്നതിന് പോലീസിന്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ആളുകൾ മാത്രമാണ് കേസ് എടുക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. 2-3 സ്റ്റേറ്റ് മാത്രമേ എക്സൈസ് ഈ പറഞ്ഞ രീതിയിൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ളൂ. ഒന്ന്. രണ്ടെന്ന് പറയുന്നത്, മറ്റ് സ്റ്റേറ്റുകളിൽ ഈ മയക്കുമരുന്നിന്റെ ചെറിയ ക്വാണ്ടിറ്റി ഒന്നും കിട്ടിയാൽ അവർ കേസ് എടുക്കുകയാവട്ടെ, പ്രതിയെ പിടിക്കുകയാവട്ടെ ചെയ്യാൻ എന്തെങ്കിലും മറ്റ് പെറ്റി കേസ് അടിച്ച് ഫൈൻ ഈടാക്കി പറഞ്ഞയക്കുകയുള്ളൂ, കേസ് എടുക്കത്തില്ല. കാരണം ഒരു NDPS കേസ് എടുക്കണമെങ്കിൽ ഏകദേശം 21ഓളം റെക്കോർഡുകൾ തയ്യാറാക്കണം. അത് 1 ഗ്രാമിന്റെ കേസ് എടുത്താലും ശരി, 100 കിലോയുടെ കേസ് എടുത്താലും ശരി, ഈ റെക്കോർഡുകൾ തയ്യാറാക്കുന്ന ഒരുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. കേരളത്തിൽ 1 ഗ്രാം കഞ്ചാവ് കിട്ടിയാൽ പോലും ആ പ്രതിക്കെതിരായി കേസ് എടുത്തിരിക്കും. ഇത്രയും റെക്കോർഡുകൾ ഒരു 6-7 മണിക്കൂർ എടുത്ത് തയ്യാറാക്കിയാൽ പോലീസ് ആയാലും ശരി, എക്സൈസ് ആയാലും ശരി, അവരെ നമ്മൾ ഫ്രീ ആക്കി വിടുന്ന പ്രശ്നമേ ഇല്ല. ഇത് നമ്മുടെ കേസുകളുടെ എണ്ണം കൂടുതൽ കാരണമാണ്. ഇത് ചെയ്യുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ മയക്കുമരുന്ന് കൈവശം വെച്ച ആളിനെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെയും ഈ ഏജൻസികളുടെയും ഉദ്ദേശം. ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ അയാളെ ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. കാരണം 10 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച ആള് ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് തയ്യാറാണെങ്കിൽ അയാളെ നമുക്ക് പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള സെക്ഷൻ വരെ ഈ നിയമത്തിലുണ്ട്. കർശന നിയമമാണെങ്കിലും അങ്ങനെയുള്ള നിയമം ആണിത്. കർശനവുമാണ്, അതേസമയം അവരെ രക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളുമുണ്ട്. ഇതാണ് പിന്നീട് പറയാനുള്ളത്. പിന്നെ വേറെ ഇറക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ MDMA എന്നതാണ് ഏറ്റവും അവസാനം നമ്മളെ പേടിപ്പിക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത്. ഈ MDMA എന്ന് പറയുന്ന വസ്തു തയ്യാറാക്കുന്നതിന് യാതൊരു ഫാക്ടറികളും എങ്ങും ഉണ്ടാക്കിയിട്ടില്ല. വാസ്തവത്തിൽ ഇത് ബാംഗ്ലൂരിലൊക്കെയുള്ള 2-3 മുറികളുള്ള ഒരു അപ്പാർട്ട്മെന്റിനകത്ത് രൂപപ്പെടുത്തിയിട്ടുള്ള ലാബുകളിലാണ് ഈ MDMA ഓരോ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കൂടുതലും വിദേശത്തു നിന്ന് വരുന്ന ആളുകളാണ്. ഇത് നൈജീരിയ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഇത് തയ്യാറാക്കുന്നത്. അവർക്ക് ഇതിന്റെ ഫോർമുല അറിയാം, കെമിക്കൽസ് മേടിച്ചത് ചെയ്യുന്നു, ആവശ്യക്കാർക്ക് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഈ സംഭവം തച്ചുടയ്ക്കുന്നു, അവര് പണം വാങ്ങിക്കൊണ്ട് പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ വേര്, ഇതാണ് സോഴ്സ്. നമ്മളിവിടെ ഈ കേസ് കണ്ടുപിടിച്ച് ഇയാളെ ചോദിച്ച് നമ്മൾ 3-4 പേര് നമ്മളിൽ നിന്നുള്ള പോയി ബാംഗ്ലൂർ ചെന്ന് ഈ സ്ഥലം പോകുമ്പോൾ അത് 10 തവണയെങ്കിലും കൈമാറി കഴിഞ്ഞ് കാണും ആ അപ്പാർട്ട്മെന്റ്. ആ പറയുന്ന ആളിനെ കുറിച്ച് ഒരു വിവരവും നമുക്ക് കിട്ടും. ഇതാണ് സോഴ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്നിട്ടും കേരള എക്സൈസും പോലീസും എത്രയെങ്കിലും പേര് നമ്മളിപ്പോ പിടികൂടിയിട്ടുണ്ട്, വിദേശികൾ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ശരി. ഡോക്ടർ എൽസി ഉമ്മൻ, മറ്റൊരു അപകടം കൂടി പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത്, ചില ആളുകളെ കണ്ടാൽ തന്നെ അവർ ഇങ്ങനെ കഞ്ചാവാണ് അല്ലെങ്കിൽ MDMA ആണ്, ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നൊരു ചാപ്പകുത്തലുണ്ട്. അത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, കോവിഡിന് ശേഷം ഈ നിലയിലുള്ള ലഹരി ഉപയോഗം പ്രത്യേകിച്ച് യുവാക്കളിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ചില വിദഗ്ധരൊക്കെ, ഈ രംഗത്തെ ചില വിദഗ്ധരൊക്കെ പലപ്പോഴായി പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടോ? ആദ്യത്തെ ചോദിച്ചത്, അതായത് ഇങ്ങനെ ചാപ്പ കുത്തുക, അതൊരിക്കലും ശരിയല്ല. കാരണം ഒരു വ്യക്തിക്ക് ഇപ്പോൾ ലഹരി എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, ലഹരി ഉപയോഗിച്ചു, അത് അടിമയാണോ, അത് ഡിപ്പെൻഡൻസ് ഉണ്ടോ, ഹാംഫുൾ യൂസ് ആണോ, ഏത് തരത്തിലാണെങ്കിൽ പോലും അവരെ അങ്ങനെ ചാപ്പ കുത്തി അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. എന്നിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അവരെ ഈ സമൂഹത്തിൽ, കാരണം കഴിവുള്ളവർ തന്നെ ആയിരിക്കാം അവർ, അത് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും, അപ്പോൾ അവരെ സമൂഹത്തിന് വീണ്ടും കൊള്ളാവുന്നവരായി വാർത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവർക്ക് എത്രമാത്രം സപ്പോർട്ട് കൊടുക്കാമോ അങ്ങനെ കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരൊരു അൺടച്ചബിൾ ആയിട്ട് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തി അവരെ ഏതോ വലിയൊരു കുറ്റകൃത്യം ചെയ്തു അല്ലെങ്കിൽ ഏതോ അപരാധം ചെയ്തു എന്ന് പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. രണ്ടാമത്, കോവിഡിന് ശേഷം ലഹരി ഉപയോഗം, പ്രത്യേകിച്ചും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗം കൂടുതലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൂടുതലാണ്. കാരണം ഒരു കോവിഡിന് മുന്നേ, അതായത് 2019 COVID-19, അതിന് മുന്നേ നോക്കുകയാണെങ്കിൽ കൂടുതൽ കേസസ് മദ്യം അധികമായിട്ട് വരുമായിരുന്നു, അല്ലെങ്കിൽ പുകവലി. പക്ഷേ അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഞ്ചാവിന് അടിമയായവരെ, അല്ലെങ്കിൽ MDMA ഉപയോഗിക്കുന്നവർ, കൊക്കൈൻ ഉപയോഗിക്കുന്നവർ, അങ്ങനെ പല ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ് സാധാരണഗതിയിൽ ഹെൽപ്പ് സീക്കിംഗ് ആയിട്ട് വരുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ
നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയുമാണ്. പിന്നെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് MDMA എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരോട് ചോദിക്കാറുണ്ട്. അതിൻ്റെ ചെറിയൊരു പില്ലിന് തന്നെ 3500 രൂപയാണ്. അപ്പോൾ ഈ 3500 രൂപ സാധാരണക്കാരെ കൊണ്ട് അഫോർഡ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഇതിന് അകപ്പെട്ട് പോയി കഴിഞ്ഞപ്പോൾ സാധാരണ ആൾക്കാർ എങ്ങനെയാണ് ഒരു ക്രിമിനാലിറ്റിയിലേക്ക്, ആ ഒരു ക്രിമിനൽ വാസനയിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. കാരണം പൈസ ഉണ്ടാക്കണ്ടേ. പക്ഷെ സിനിമക്കാരെ അപേക്ഷിച്ച് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് സാധാരണ ഒരു മനുഷ്യനെക്കാട്ടിലും അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലഹരി മാഫിയ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് സിനിമാ മേഖല തന്നെയാണ്. അതിനകത്തൊരു സംശയം വേണ്ട. കാരണം അവർക്ക് സാധാരണ ആൾക്കാരെക്കാട്ടിലും പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞത് മാതിരി ഒരു ചെറിയ ബില്ലിന് 3500 രൂപയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം തള്ളി നീക്കണമെങ്കിൽ വളരെ നിസ്സാരമായിട്ട് അത് ആക്സസിബിൾ ആണ്. അവർക്കത് അത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ കണക്കിൽ എടുക്കേണ്ടതുണ്ട്. പിന്നെ സ്ട്രെസ് കാരണം ഇപ്പോൾ ഞാൻ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതിനോട് ചേർത്തൊന്ന് പറയുകയാണ്. എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നവർക്ക് സ്ട്രെസ് കൂടുതലാണ്. പൈലറ്റിന്, ഫയർഫോഴ്സിന്, പോലീസ് ഓഫീസേഴ്സ്, ഡോക്ടേഴ്സ് എല്ലാവർക്കും സ്ട്രെസ് കൂടുതലാണ്. ഈവൻ പൊളിറ്റീഷ്യൻസിനും സ്ട്രെസ് ഉണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് കുറച്ചുകൂടെ സ്വകാര്യതയുണ്ട്, പ്രൈവസി ഉണ്ട്. അപ്പോൾ അവർക്ക് ഹെൽപ്പ് സീക്കിങ്ങിനുമുള്ള സാധ്യത കൂടുതലാണ്. ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നതിനോ ഒക്കെയുള്ള ഒരു സാധ്യത അവർക്ക് ഏറെയാണ്. നേരെ മറിച്ച് പ്രശസ്തി വർദ്ധിക്കും തോറും സ്വകാര്യതയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നു, പ്രൈവസിക്ക് പ്രശ്നം ഉണ്ടാകുന്നു. അതുകൊണ്ട് അവർക്ക് ഹെൽപ്പ് സീക്കിങ്ങിലേക്ക് കടന്നെത്താനായിട്ട് സാധ്യതയുമില്ല. പിന്നെ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ താങ്കൾ ചോദിച്ചത്, എനിക്കൊരു സജഷൻ ഉള്ളത്, നമുക്ക് ഒരുപാട് ഡി അഡിക്ഷൻ സെന്റേഴ്സ് കേരളത്തിലുണ്ട്. ഗവൺമെന്റ് റൺ ചെയ്യുന്നതാണെങ്കിലും പ്രൈവറ്റ് റൺ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും. അപ്പോൾ എല്ലാ ഇടങ്ങളിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ്. പക്ഷേ അവർക്ക് സമയാസമയങ്ങളിൽ ഒരു അപ്ഗ്രഡേഷൻ ആവശ്യമാണ്. ഇപ്പോൾ കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷൻ CME ഒക്കെ നടത്തുന്നത് പോലെ ഏത് രീതിയിലാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള, ഇപ്പോൾ കൗൺസിലേഴ്സ് ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും സൈക്കോളജി ആരൊക്കെയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് പൊതുജനം ഏറ്റെടുത്തത് കൊണ്ട് ഇതിന് മുന്നിട്ട് നിൽക്കുന്ന ആർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് സമയാസമയങ്ങളിൽ അവർക്ക് ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ അവർക്കൊരു കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ തക്ക രീതിയിലുള്ള ട്രെയിനിങ് പ്രോസസ്സും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ നൽകേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ സാധ്യമാകുകയുള്ളൂ. ശരി. ശ്രീ അജ്മൽ, ഇവിടെ ഇപ്പോൾ സിനിമാ മേഖലയ്ക്കുള്ളിൽ നിന്ന് തന്നെ നവീകരണം ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. ഇവിടെ ആവർത്തിച്ചു പറഞ്ഞ വിൻസി അത്തരത്തിലൊരാളാണ്. വിൻസി ആ സംവിധാനങ്ങളിലാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തുറപ്പാണ് നൽകാനുള്ളത് സംഘടനകൾക്ക്? ഇതേ കേസിൽ തന്നെ വളരെ രഹസ്യമായി സംഘടനയ്ക്ക് നൽകിയ പരാതി പുറത്തു പോയതിൽ വിൻസി വളരെയധികം ക്ഷോഭത്തോടു കൂടി തന്നെ പ്രതികരിക്കുന്നതും കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് വിശ്വാസ്യത ഉണ്ടാകുന്നുണ്ട് ഈ സംവിധാനങ്ങളിൽ? വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മാക്ട ഫെഡറേഷന്റെ. ഈ കമ്മിറ്റിയിൽ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പറഞ്ഞോളൂ. ഈ കമ്മിറ്റിയിൽ ഞങ്ങളുടെ തീരുമാനം, സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും, ടെക്നീഷ്യൻ ആവട്ടെ ആരാവട്ടെ, ആരെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പോലീസിനെ അറിയിക്കുകയും അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ജീവിതകാലം മുഴുവൻ, അങ്ങനെ തന്നെ പറയാം, അതിന്റെ നിയമവശം നമുക്കറിയില്ല എങ്കിൽ പോലും അവർ കോടതി പോയിക്കോട്ടെ, ജീവിതകാലം മുഴുവൻ ഈ സിനിമയിൽ ഒരു ബന്ധം അവർക്ക് ഉണ്ടാവില്ല ഞങ്ങൾ തീരുമാനിച്ചു. അതേപോലെ മറ്റുള്ള സംഘടന ഉണ്ടാകട്ടെ, ഈ ഫെഫ്കിയും ചേംബറും പ്രൊഡ്യൂസേഴ്സും തീരുമാനിക്കട്ടെ. അപ്പൊ തീരാവുന്ന കേസുള്ളൂ ഇത്. ഇന്ന് പിടിക്കപ്പെട്ടു, അവർ ഒരു മാസം സസ്പെൻഡ് ചെയ്തു, അടുത്ത ദിവസം വീണ്ടും ഷൂട്ട് തുടങ്ങി, അടുത്ത മാസം വീണ്ടും പിടിക്കപ്പെടുന്നു, പിന്നെ പിടിക്കുന്നു, ഒഴിവാക്കുന്നു, കേട്ടുന്ന സമ്പ്രദായം മാറ്റുക, കർശന നിലപാടെടുക്കുക. അതുപോലെ ഇന്നത്തെ നിൽക്കുന്ന DYFI പോലുള്ള യൂത്ത് കോൺഗ്രസിനെ പോലുള്ള മറ്റു യുവജന സംഘടനകളെല്ലാം ഇതിനെതിരെ ശക്തമായ ഒരു ഒരു ബോധവൽക്കരണം പോലെ പ്രതിഷേധം തന്നെ വന്നിട്ട് ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഇതിൽ കേരളം വളരെ മോശത്തിലേക്ക്. ഒരു കാര്യം കൂടി സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാ സെറ്റുകളിലും വന്ന് പരിശോധന നടത്തുക എന്നുള്ളതൊന്നും ആ വ്യവസായത്തെ തന്നെ ബാധിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് പ്രായോഗികമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലാണല്ലോ അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ഈ IC പോലുള്ള സംവിധാനത്തിലേക്ക് എത്തണം എന്നുള്ളത് സർക്കാർ തന്നെ നിഷ്കർഷിച്ചിട്ടുള്ളത്. എല്ലാ സെറ്റുകളിലും അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ ശ്രീ അജ്മൽ? ഒരിക്കലും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്ത് പിടിക്കപ്പെട്ട പല സെറ്റുകളിലും നമുക്കറിയാവുന്ന രഹസ്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞ പലരുണ്ട്. നമ്മൾ വേണ്ടപ്പെട്ടവരെ വിവരം കൊടുത്തിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരെ. പക്ഷേ അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാർ പിടിക്കാൻ വരുമ്പോൾ നർക്കോട്ടിക് സെൽ ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, അതിൽ നിന്ന് തന്നെ ഒരു ഉറ്റുകൊടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിവുണ്ട്. ഒരു സംശയം വേണ്ട. അത് ഈ മുകളിൽ കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കേണ്ടതാ. അവർ ഇവിടുന്ന് ഇവർ ഉദ്ദേശിക്കുന്ന പോകുന്ന ആൾക്കാർ അവരിൽ നിന്ന് ഉറ്റുകൊടുക്കുന്നുണ്ട് ഇവര്, അവരുമായി ബന്ധപ്പെടുന്നുണ്ട് ഇവര്. ഇതിനുശേഷം പിടിക്കപ്പെട്ട ഈ പ്രതികളുമായി കുറെ നാളിന് ശേഷം ബന്ധമുള്ള ചില കാര്യം എനിക്കറിയാം, ചില ആൾക്കാരെ എനിക്കറിയാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ട കേസാണ്. ശരി ശ്രീ ചിറക്കരം, അത് സമയമില്ലെങ്കിലും അജ്മൽ അവസാനം പറഞ്ഞത് ഒരു ആരോപണമാണ് അന്വേഷണ സംവിധാനങ്ങൾക്ക് നേരെയുള്ളത്. ആ കാര്യത്തിൽ ഒരു മറുപടി ഉണ്ടോ? അതായത് ഈ സെറ്റുകളിലേക്ക് അന്വേഷണം വരുമ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ആ അന്വേഷണത്തിന്റെ വിവരങ്ങൾ അതിന് മുൻപ് അവിടേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണയായി പോലീസിന്റെയും എക്സൈസിനെയും ഒക്കെ എതിരെ പറയുന്ന ഒരു ക്ലീശേ വാചകമാണ്. ഇന്നത്തെ
പോലീസിലും എക്സൈസിലും അത്തരക്കാർ ആരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഉണ്ടാവാൻ വഴിയില്ല. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കെതിരെയും നടപടികൾ എടുക്കാനുള്ള വകുപ്പ് ഈ നിയമത്തിലില്ലേ ശ്രീ മധു? തീർച്ചയായിട്ടും ഉണ്ട്. അവർക്കെതിരെ ഇതേ നിയമത്തിൽ ഇതേ ശിക്ഷ കൊടുക്കുന്ന വകുപ്പ് തന്നെ എടുക്കാൻ പറ്റും. അബറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ വലിയൊരു പോരാട്ടത്തിലേക്ക് നാടൊന്നാകെ കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അതിന് കൈകോർക്കുക എന്നുള്ളതാണ് ആകത്തുകയിൽ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന എ സമ്പത്ത്, അഡ്വക്കേറ്റ് ഷുക്കൂർ, LC ഉമ്മൻ, ചിറക്കര മധു, അജ്മൽ. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.